ഹലോ, ഞാൻ ഭവാനിയാ സംസാരിക്കുന്നത്. ഫോൺ ജഗ്ഗുന്റെ കയ്യിൽ കൊടുക്ക്. ചേട്ടാ, ഹലോ. ആളെ കൊല്ലാവെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഇന്ന് 5 ദിവസമായി. അവൻ ഇപ്പോഴും ജീവനോട് ഇവിടൊക്കെ കറങ്ങി നടക്കുന്നു. നിനക്കൊക്കെ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, പണിയറിയില്ലേ? ഹലോ, ഔട്ട് ഗോയിങ് ഫ്രീ ആന്ന് കരുതിയിട്ട് വായി തോന്നിയൊന്നും വിളിച്ച് പറയല്ലേ. ശവം ഒളിപ്പിച്ചു വെക്കുന്ന അത്ര ഈസി അല്ല. റജ്ജുൻ പേട്ടക്കാരൊരു കാര്യം ഏറ്റെടുത്താ മരിക്കേണ്ടി വന്നാലും അത് പൂർത്തിയാക്കിയിട്ടേ മരിക്കൂ. ഞങ്ങൾക്കും ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥമുണ്ട് സാർ. എടാ ജഗ്ഗു, പണി കഴിഞ്ഞൂടാ. ഇനി കുറച്ചു നേരത്തിൽ അവസാനിക്കും. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് അവനോട് ചോദിക്കേ. അതൊന്നും ആവശ്യമില്ല, ബാലൻസ് കാശ് അയച്ചു തരാം. കാശല്ലേ സാറേ അത്? ഇന്ന് നിങ്ങളുടെ കയ്യിലായിരിക്കും, നാളെ എൻ്റെ കയ്യിൽ വരും. ആദ്യം നിങ്ങളുടെ ആ കോൺട്രാക്ട് എനിക്ക് താ. എത്ര നാളായി ഈ പണിയും ചെയ്തുകൊണ്ട് ജീവിക്കുക? എനിക്കും ലൈഫിൽ സെറ്റിൽ ആവണ്ടേ? നീ ഇപ്പൊ കൊന്നത് ആരെയാണെന്നറിയാവോ? പോലീസുകാരനവൻ. ആദ്യം കേസിൽ നിന്ന് പുറത്തു വരാൻ നോക്ക്. ഞങ്ങൾ അയാൾ ആരാണെന്ന് അറിയാതെയല്ല സാറേ കൊന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് റെഡിയാക്ക്. ചേട്ടാ, ഇന്നലെ നമ്മൾ ഒരുത്തനെ കൊന്നില്ലേ? അതാരോ കണ്ടു അത്രേ. പോലീസ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുക. അതിനിടയ്ക്ക് തൻ്റെ ഒരു എടാ, ഇപ്പൊ എന്താ ചെയ്യാ? എന്താടാ ചെയ്യേ? നീ വിഷമിക്കണ്ട. നീ ഇവിടെ നോക്കിക്കോ, ഞാൻ എന്നെ നോക്കിക്കോളാം. നിന്റെ മോനെ ഞാൻ എന്റെ മോനെ പോലെ നോക്കാം. നിന്റെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇന്ന് ഇതിരിക്കട്ടെ. താങ്ക്സ് റാ. സൂക്ഷിക്കണം കേട്ടോ. എടിയേ, ഈ പണം നീ വെച്ചോ. എന്തു പറ്റി? ഞാൻ കുറച്ചു ദിവസം നാട് വിട്ടു പോവാ. പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്താ ചേട്ടാ പറയുന്നേ? അയ്യോ, നീ ധൃതി വെക്കാതെ. ആ ജഗ്ഗു ഇല്ല നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പോലീസ് എന്നെ കൊണ്ടുപോയാലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. മോനെ നന്നായി നോക്കണം, ഇവനെ നന്നായി പഠിപ്പിക്കേ. എന്ത് പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛാ, എന്താ? പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. വാ വാ എന്റെ ചക്രമോളെ. എന്റെ പൊന്നു മോള്. ചേട്ടാ, സാറ് പറഞ്ഞു വിട്ടതാ. കോൺട്രാക്ട് പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്, വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. കണ്ടില്ലേ, എല്ലാം എന്റെ പൊന്നുമോള് ജനിച്ച സമയമാ. മോളെ, എന്റെ മോൾ ഈ കുടുംബത്തിലെ ഐശ്വര്യമായിരിക്കും. ഇന്ന് തൊട്ട് ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കുക. ഓൾറെഡി ഇത്രയും ഗിഫ്റ്റ് ഉള്ളപ്പോ എന്തിനായിരുന്നു ഇതുകൂടെ? എന്റെ ചക്കര കുട്ടിയല്ലേ. എന്റെ മോൾ എന്തെങ്കിലും ചോദിക്കാനൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. എന്റെ പൊന്നു മോള്. ഉമ്മ. കൊല ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് ടെൻഡറിലും കോൺട്രാക്റ്റിലൊക്കെ സമ്പാദിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജഗ്ഗുവിന് അയാൾ ആഗ്രഹിച്ചതൊക്കെ അയാളുടെ കയ്യിൽ വന്ന് ചേരുന്നതുകൊണ്ട് ജീവിതം തന്നെ ത്യാഗം ചെയ്ത് ജയിലിലേക്ക് പോയ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കൃഷ്ണയെയും അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ മകളെ പോലെ തന്നെ സ്വത്ത് ഒരുപാട് വളർന്നുപോയി. ജഗ്ഗു ജഗദീഷ് ചന്ദ്രപ്രസാദായി മാറി.
മോനെ അബി, കോളേജിൽ പോകുമ്പോ പാക്കറ്റ് എല്ലാം കടയിലൊന്ന് സപ്ലൈ ചെയ്തിട്ട് പോണേ. ആ ശരി അമ്മേ. മോനെ, ഈ ജോലിയൊക്കെ ചെയ്തിട്ട് പഠിത്തം വിടരുത് കേട്ടോ. നീ നന്നായി പഠിച്ച് ജീവിതത്തിൽ നന്നാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആയിക്കോട്ടെ. ആ എന്താടാ രാത്രിയിൽ മർഡർ ചെയ്തിട്ട് രാവിലെ ആയിരുന്നു ന്യൂസ് പേപ്പർ വായിക്കുകയാണോ? മർഡറോ? ഞാൻ രാത്രിക്ക് വീട്ടിലല്ലേ സാർ ഇരുന്നത്? ആഹാ, പെർഫോമൻസ് നന്നായിട്ടുണ്ടല്ലോ. വാ നമുക്ക് സ്റ്റേഷനിൽ പോയി സാറേ, സംസാരിക്കാം. ഇത് അന്യായ സാറേ. എവിടെ മർഡർ നടന്നാലും എന്നെ വിളിച്ചോണ്ട് പോന്നെ? ചേടാ, പോലീസുകാരനെ കൊന്ന ഒരാൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. വാ. എനിക്കൊന്നുമില്ല. നീ കോളേജിലേക്ക് ചെല്ലേ. ഓഹോ. എടേ, ആരി വന്ന സ്റ്റേഷനിലേക്ക് വരാൻ പറ. എല്ലാം പറഞ്ഞേൽപ്പിച്ചോ? വാ നമുക്ക് അമ്മായിയുടെ വീട്ടിലേക്ക് പോവാം. നല്ല ചായ കിട്ടും. ഹരി, ജഗ്ഗു അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാർക്കും അദ്ദേഹം ജനിച്ച നാട്ടിലുള്ളവരുടെ കൺമുമ്പിൽ പെടാതെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, മമ്മി കോഫി. നിക്ക് നിക്ക് മോളെ, മോളെ, മോളെ എണീക്ക്, എണീക്ക് മോളെ. ഗുഡ് മോർണിംഗ് ജഗദീഷ്. എന്താണ് കോഫിയൊക്കെ കൊണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല മോളെ, വെറുതെ. കൊഴപ്പല്ല, പറഞ്ഞോ ജഗദീഷ്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഒരുമാതിരി ഡള്ളാണല്ലോ. ടെൻഷൻ ആകുന്നുണ്ടല്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ മോളെ, ഒന്നുമില്ല. എന്റെ അച്ഛനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഞാൻ ഹൈദരാബാദ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പാടില്ല, ഇവിടെ തന്നെ ജോയിൻ ചെയ്യണം, അതല്ലേ? അതെ മോളെ, ചെറുപ്പം തൊട്ട് മോളെ പിരിഞ്ഞ് ഈ അച്ഛൻ ഒരു നിമിഷം പോലും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ശരി, ഈ ഒരു തവണ അച്ഛൻ പറയുന്നത് കേൾക്കാം. ബട്ട് MBA ഞാൻ ആ കോളേജിൽ ചെയ്യും. ഓക്കെ അല്ലേ? പ്രോമിസ്? പ്രോമിസ്. ഓക്കേ. എന്റെ പൊന്നു മോളല്ലേ. ശരി, ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ശരി മോളെ. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഇതാ കാപ്പി കുടിക്കാം. അതെ, നമ്മുടെ മോളെ ശരിക്കും ഹൈദരാബാദിലേക്ക് അയക്കുകയാണോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? അതിന് ഇനി 3 വർഷം സമയമുണ്ട്. അപ്പോഴേക്കും ആ കോളേജ് നമ്മുടെ നാട്ടിലെത്തും. ഈ പോലീസ് കാരണം വലിയ ബുദ്ധിമുട്ടാടാ. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ആ ജഗ്ഗു എവിടെയാണെന്ന് എവിടെ അന്വേഷിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതേടാ, ആ ജഗ്ഗു ഇതുവരെയ്ക്കും എന്റെ കൺമുമ്പിൽ പെട്ടിട്ടില്ല. അതിരിക്കട്ടെ, നീ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നോട് എന്താ പറഞ്ഞിരുന്നേ? നിന്റെ ഭാര്യ മകനെ നോക്കാന്നല്ലേ പറഞ്ഞത്? അവൻ പറഞ്ഞ വാക്ക് എന്തെങ്കിലും പാലിച്ചിട്ടുണ്ട് ഇതുവരെയ്ക്കും? അവനെ കണ്ട കൊന്നുകളും ഞാൻ. നിർത്തടാ, ഈ കൊല്ലുന്നതും കൊലപാതകവും ഒക്കെ നിർത്തിയിട്ട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ആ ജഗ്ഗുയുടെ കർമ്മ അവൻ തന്നെ അനുഭവിച്ചോളൂ. എനിക്ക് പഴയതുപോലെ ഒന്നും ചെയ്യാൻ വയ്യടാ. കഷ്ടമായാലും നഷ്ടമായാലും എങ്ങനെയെങ്കിലും നന്നായി ജീവിച്ച് ഒന്ന് രക്ഷപ്പെടാനുണ്ട്. എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയടാ. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. അയ്യോ, ചേട്ടാ 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 ചേട്ടാ, നിങ്ങൾ വരുന്ന കണ്ടില്ല ചേട്ടാ, അറിയാതെ ചെയ്ത ചേട്ടാ, എന്നെ വിട്ടേക്ക് ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ചേട്ടാ. Idiot. മൈ ഡിയർ ഫ്രഷേഴ്സ്, ഞാൻ നിങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹമാണ് മോയോ, മുന്ന യൂത്ത് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. എന്റെ ചേട്ടൻ മുന്ന. ഈ കോളേജ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്റെ ചേട്ടന്റെ റൂൾസ് ഫോളോ ചെയ്തേ പറ്റൂ. റൂൾ നമ്പർ 1, നോ കളർഫുൾ ഡ്രസ്സസ്. റൂൾ നമ്പർ 2, നോ ഫാൻസി ഹെയർ സ്റ്റൈൽസ്.
ക്യാൻറ്റീനിലെ ഫുഡ് നല്ലതല്ല എങ്കിലും ശരി, മിണ്ടാതിരുന്ന് കഴിക്കണം. ഞാൻ എപ്പോൾ വിളിച്ചാലും സ്ട്രൈക്കിനും ആഘോഷത്തിനും വന്നിരിക്കണം. എനി ടൈം. നിങ്ങളെ ഗ്ലാമറാക്കുന്നതും ബൈക്കും എല്ലാം വീട്ടിൽ വച്ചിരിക്കണം. ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന പെൺകുട്ടികളെല്ലാം നിങ്ങളുടെ ചേച്ചിയും അനിയത്തിയും പോലെ ആയിരിക്കണം. ആ രാഖിയുടെ ദിവസം അല്ലാതെ വേറെ ഒരു ദിവസവും നിങ്ങൾ തമ്മിൽ സംസാരിക്കാനേ പാടില്ല. മൈ ഡിയർ ഗേൾസ്, ഈ ക്ലാസ്സിലെ ബോയ്സിന്റെ കൂടെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതിന് അവരോട് പോണം. ഗേൾസ്, നിന്റെ പേര്, നിന്റെ അച്ഛന്റെ, അതാണ് എന്റെ ചേട്ടന്റെ അമ്മാവന്റെ പേര്. ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞേ. ആ ഒന്ന് എഴുതേട്ടെ. എന്റെ പേര് റാണി. ആ ഏത് നാട്ടിൽ നിന്നാ? എന്റെ അച്ഛൻ ഡ്രൈവറാ. അവളുടെ പേരിനും അവളുടെ അച്ഛന്റെ ജോലിക്കും വല്ല ബന്ധമുണ്ടോ? ഇരുന്നോ മോളെ, നീ എഴുന്നേറ്റ്. എന്റെ പേര് സുലോചന. അച്ഛൻ പ്രൊവിഷൻ സ്റ്റോർ വെച്ചിരിക്കുക. എവിടെ കല്യാണം കഴിച്ച ബീഡിയും പാൻപരാഗം കിട്ടുമെന്നല്ലാതെ ഒരു ഗുണമില്ല. ഇരുന്നോ മോളെ, നീ എഴുന്നേറ്റ്. എന്റെ പേര് സുരഭി. എന്റെ അച്ഛനൊരു ഡ്രാമ ആർട്ടിസ്റ്റാ. എവിടെ കല്യാണം കഴിച്ച നാട് മുഴുവൻ തണ്ടി നാടകം കളിച്ച് നടക്കേണ്ടി വരും. മോളെ, നീ ഇരുന്നോ. ഛേ, ഇവരാരും വർക്കൗട്ട് ആവും തോന്നുന്നില്ല. എക്സ്ക്യൂസ് മീ, മേ കം ഇൻ? ഇത് വർക്കൗട്ട് ആവും തോന്നുന്നു. ആ മോളെ, അവിടെ ഇരിക്കാതെ എഴുന്നേറ്റ്. ആ നിന്റെ പേര്, നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു എല്ലാം പറഞ്ഞേ. എന്റെ പേര് സിരി സർ. മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ. ആ ചുമ്മാ ഇരിക്കുന്ന എല്ലാരും ബിസിനസ് ചെയ്യുന്നതന്നെ പറയുന്നത്. നീ ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം അത് ബിസിനസ് ആണോ അല്ലേ എന്ന്. സിരി ട്രാവൽസ്, സിരി കൺസ്ട്രക്ഷൻസ്, സിരി ജുവലേഴ്സ്, സിരി ടെക്സ്റ്റൈൽസ്, സിരി. ആ മതി മതി മതി. ഇത് കേട്ടാ നിന്റെ അച്ഛനാണ് ഈ നാട്ടിലെ മൊത്തം ബിസിനസ്സും ചെയ്യുന്നതെന്ന് തോന്നുമല്ലോ. മതി മോളെ, അവിടെ ഇരുന്നോ. ചേട്ടൻ ഫിക്സ് ചെയ്തെന്ന് തോന്നുന്നല്ലോ. ആടാ സാർ, നമസ്തേ സാർ. പോയിട്ട് സാർ, സാറിനെ പറ്റി പൊക്കി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ സാർ, ബൈ സാർ. വാടാ ഇങ്ങോട്ട്. സ്റ്റുഡൻസ്, വൃത്തികെട്ടവൻ. സ്വന്തം ഭാര്യയെ സന്തോഷത്തോടെ നോക്കാൻ പറ്റാത്തവനാ കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങുന്ന കാണുന്നില്ലേ? വൃത്തികെട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ. എന്തെങ്കിലും ജോലിക്ക് പോയി 4 കാശ് സമ്പാദിച്ച് ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നോക്കട്ടെ കിടന്ന് ഉറങ്ങുന്നവൻ. പുറത്തും സമാധാനമായിട്ട് കിടക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. ആ എന്റെ ദൈവമേ, ഇത്രയും ചീത്ത കേട്ടിട്ട് ഒരു നാണം ഇല്ലാണ്ട് നേരം വെളുപ്പങ്ങളത്ത് ഇരിക്കാണ്ടില്ലേ? ഇവനൊന്നും ഇതല്ല, ഇതാ വേണ്ടത്. നാണം കെട്ടവൻ, പോയി ചാവടാ. സോപ്പ് എടുക്കടി. എന്റെ അമ്മോ, എന്തെങ്കിലും നാണോ മാനോ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? വീട്ടിലൊന്നും കാണിച്ചു തരത്തില്ല, എന്നിട്ട് നാട് മുഴുവൻ കാണിച്ചു കൊടുക്കാനിരിക്കുക. എന്താ നടി നോക്കിയേക്കുന്നേ? നിന്റെ ഒന്നും ഭർത്താവ് വീട്ടിലില്ലേ? ഉള്ളിൽ കയറിപ്പോടി. നീ ഇങ്ങനെ നാട് മുഴുവൻ കേൾക്കാൻ പറയുന്നൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ വീടിന്റെ മുന്നിൽ ഇരുന്ന് കുളിക്കുന്നുണ്ടെന്താ കുഴപ്പം? വലിയ വർത്താനല്ലോ. ഒന്നൊക്കെ വെച്ച് തന്നാലുണ്ടല്ലോ തലമണ്ട പൊട്ടി തെറിക്കും. വേഗം കുളിച്ചിട്ട് എഴുന്നേക്കാൻ നോക്കിക്കോ, വൃത്തികെട്ടവൻ. അയൽവക്കത്തുള്ള പെണ്ണുങ്ങളെല്ലാം ദിവസം പുതിയ സാരി എടുത്ത് സുന്ദരികളായാ നടക്കുന്നേ. എന്റെ വിധി ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്നു. ഛേ, ഇന്നലെ അല്ലേടി ഒരു സാരി വാങ്ങിച്ചെന്ന്? എന്തോന്ന് സാരി വാങ്ങിയെന്നോ? എന്റെ അമ്മോ, അപ്പൊ മാച്ചിങ് ബ്ലൗസും മാച്ചിങ് വളയും എല്ലാം നിന്റെ അച്ഛൻ വാങ്ങിച്ചു തരുമോ എനിക്ക്? നിന്നെ പുള്ളിയുള്ള ഏതോ ഒരുത്തനാ 1 കിലോ ചിക്കനും വാങ്ങി വന്ന് 4 ദിവസം കൊത്തമല്ലിയുടെ പേരും പറഞ്ഞ വഴക്കുണ്ടാക്കുന്ന വൃത്തികെട്ടവൻ. നന്നാവില്ലടാ നീയൊന്നും. എന്തുവാടാ, ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല മാവാ, കോളേജ് സ്റ്റാർട്ട് ചെയ്തില്ലേ, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ. ചക്കര കിട്ടിയപ്പോ കാക്കിക്ക് വായ്പണ്ട് വന്ന മാതിരി. എടാ, നീയെങ്കിലും മര്യാദയ്ക്ക് പഠിച്ച് നിന്റെ ഭാര്യ മര്യാദയ്ക്ക് നോക്കാൻ നോക്ക്. ഇയാളെ പോലെ ആവണ്ട. എന്റെ ജീവിതവും പോയി. ഉപദേശിക്കാൻ വന്നേക്കുന്നു. ഒന്നും അന്വേഷിക്കാണ്ട് നിങ്ങൾക്ക് പിടിച്ചെന്നില്ല എന്റെ അച്ഛൻ. അങ്ങേരെ ആദ്യം പറയേണ്ടത്. എന്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യനങ്ങേര്. എന്താ ചെയ്തേ മാവാ, അമ്മായങ്ങ് സൈലന്റ് ആയല്ലോ.
ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിക്കാൻ വകയില്ല. എന്നിട്ടോ വെള്ളിയിൽ അരഞ്ഞാണം വാങ്ങിക്കാൻ നടക്കുന്നത്. വൃത്തികെട്ടവൻ. മുഖം കണ്ടില്ലേ? അങ്ങനെ ഒരു കോഴിക്കള്ളൻ. ഭാര്യയെ സന്തോഷത്തോടെ ഇരുത്താൻ അറിഞ്ഞൂടാ, പക്ഷെ അവൻ നാട്ടുകാരുടെ വിഷമം തീർക്കാൻ നടക്കും. വൃത്തികെട്ടവൻ. ബാവാ, അമ്മായിയോരുടെ ദേഷ്യം എന്തിനാ ഇറച്ചിയോട് തീർക്കുന്നേ? ദേ അളിയാ, ഞാൻ ഒരു കാര്യം പറയാം. മര്യാദയ്ക്ക് കോളേജിൽ പോയി നല്ല കാശുള്ള വീട്ടിലെ പെണ്ണ് നോക്കി പ്രേമിച്ച് കല്യാണം കഴിച്ച് സെറ്റിലാവാൻ നോക്ക്. നീ കാണുന്നതാണല്ലോ, വീട്ടിൽ നിന്റെ ചേച്ചി, ഇവിടെയാണെങ്കിൽ ഇറച്ചി വെട്ട്. ഇത് രണ്ടും അല്ല എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ലടാ. അളിയ, ലീലാമഹൽ ഒരു പുതിയ ഇംഗ്ലീഷ് പടം റിലീസ് ആയിട്ടുണ്ട്, പോയാലോ? ഡേയ്, എന്തോന്നറിയ ഇത്രയും വലിയ കൂട്ടം? അറിയില്ല. ആ പ്രിൻസിപ്പൾ എങ്ങാനും ചത്തുപോയാ? ഇതൊന്നും നമുക്ക് വർക്കൗട്ട് ആവല്ലേ. പോവാം, വാ വാ അളിയാ. ഇവിടെ തന്നെ പടം ഓടാൻ തുടങ്ങി. പിന്നെ എന്തിനാണ് ടിക്കറ്റ്? വേറെ പണിയില്ലേ? ഡിയർ HODs ആൻഡ് റെസ്പെക്റ്റഡ് ലേഡി ലെക്ചറേഴ്സ്, ആ റെസ്പെക്ട് ഇത്തിരി കൂടുതലാ. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. വെരി സ്പെഷ്യൽ ഡേ. ആ ഇങ്ങനെ ബൈക്ക് കിട്ടില്ലേ, ഇനി നിർത്തോന്ന് വിചാരിക്കണ്ട. നമ്മുടെ കോളേജിലെ സ്റ്റുഡന്റ് അബി ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനിൽ നമ്മുടെ കോളേജിന്റെ പേരിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഓ, ഏതോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ കിട്ടിയല്ലേ പറയുന്നത്. അബി, കം ടു ദി ഡയാസ്. കൺഗ്രാചുലേഷൻ. പോയിട്ടോ. ഓ, ഇൻസ്പയർ ആയ എല്ലാരും കപ്പടിച്ചാ പിന്നെ ഗ്രൗണ്ടിൽ ആരെങ്കിലും കാണൂ? സ്റ്റേജിലല്ലേ നിൽക്കത്തുള്ളൂ. താങ്ക് യു സർ. അളിയാ, ഈ കോമാളിത്തരൊന്നും കണ്ടോണ്ട് നിക്കാൻ വയ്യ. നീ ഇങ്ങോട്ട് വന്നേ, പോവാം, വാ. ഓ, ഇവനെ കൊണ്ട് ഇവ എന്തായാലും അവളുടെ വീണ് നടക്കാം. ഇനിയിപ്പോ എന്തായാലും കോളേജിൽ നിന്നും വരേണ്ടി വരും. ഓ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഡേയ്, പേന പേപ്പർ കൊടുക്കടാ. ആവശ്യമില്ലാത്തോണ്ട് എടുക്കാറില്ല. എന്ത് തേങ്ങാണോ നീ കോളേജ് വരുന്നേ? പേനും പേപ്പറും പോലും ഇല്ലാതെ. ഡേ പഠിപ്പിച്ചേ, ഇങ്ങോട്ട് വേടാ. ഡേയ്, ഞാൻ പറയുന്ന ലവ് ലെറ്റർ ഒന്ന് എഴുതിക്കാം. അയ്യോ, ലവ് ലെറ്ററോ? എനിക്കറിയില്ല ചേട്ടാ. ഓ, നീ എന്താ വലിയ കൊമ്പത്ത് മറ്റവനാടാ? എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കപ്പ്, പ്രിൻസിപ്പളിന്റെ ആദരവ്, ഇതൊക്കെ വെറും ബിൽഡപ്പ് ആയിരുന്നല്ലേ? എഴുതാ. ശരിക്കും എനിക്കറിയില്ല ചേട്ടാ. ഓ, ഞാൻ പറഞ്ഞുതരാം, എഴുത്. തടിയേ, ഒന്ന് കുഞ്ഞിക്കാ. അയ്യോ, ഞാൻ അങ്ങനത്തെ ആളല്ലേ ഏട്ടാ. ഓ, നമ്മളും അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലേടേ. കുനിയടാ, എഴുത്. ആ, എന്റെ പ്രിയപ്പെട്ടവളെ. ഇങ്ങനെ തന്നെ എഴുതാനാണോ ചേട്ടാ? എഴുതടാ അങ്ങോട്ട്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറയടാ. എനിക്ക് നീ, നിനക്ക് ഞാൻ, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് ജീവിക്കാം. ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. പറ. നീ എന്റെ കരളിന്റെ കരളാണ്. ചേട്ടാ, ഞാനും കൂടെ ഒരു കാര്യം പറയട്ടെ. എന്താടാ? കൊക്കക്കോള, പെപ്സി, നമ്മുടെ ജോഡി സെക്സി. യു ആൾസോ സെക്സി. അങ്ങോട്ട് എഴുതണം. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് എഴുതണോടെ. മുല്ലപ്പൂ. ഏത് പോയാലെന്ത്? എഴുത്, നിനക്ക് ഇഷ്ടമുള്ള എഴുത്. അവസാനം സ്നേഹപൂർവ്വം നിന്റെ കാമുകൻ ഭാരതീയൻ. എഴുതണേ. അടിപൊളി. കേറ്, പേപ്പർ കേറ്. അളിയാ, വേണ്ട. ഡേയ്, ആ മോളിൽ നിൽക്കുന്ന പെണ്ണെ കണ്ടോ? കണ്ടല്ല? ഇത് കൊണ്ടുപോയി നീ ആ പെണ്ണിന് കൊടു. ചേട്ടാ, എന്നെ കൊണ്ടാവില്ല ചേട്ടാ. കൊടുക്കുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ എന്റെ ഹോൾ ടിക്കറ്റ് നമ്പറിന് പകരമായിട്ട് നിന്റെ ഹോൾ ടിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും. എനിക്ക് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അളിയാ, ആക്ച്വലി പ്ലാൻ എന്തെന്ന് വെച്ചാ, ഇപ്പൊ അവൻ ലെറ്റർ അവളെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ചെരുപ്പൂരി അടിക്കുന്നതിന് മുമ്പായിട്ട് നീ പോയെന്ന് പറ്റിക്കും. അപ്പൊ അവൻ സീറോ, നീ ഹീറോ. നിനക്കുമ്മ, അവൻ അടി. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അവളുടെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും. വാട്ട്? ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന ഞാൻ 200 രൂപ ബെറ്റ്. ഇല്ല, കൈ കൊണ്ടടിക്കുന്ന 100 രൂപ ബെറ്റ്. കൊടു കൊടു കൊടു. എന്താ ഇത്? ലെറ്റർ. ലവ് ലെറ്റർ ആണോ?
താങ്ക് യു. ചെരുപ്പില്ല കയ്യുമില്ല രണ്ടും എനിക്കാണ്. അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ? അതെ, അവള് ലീവ് ലെറ്റർ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നിങ്ങൾ എന്നാടാ ജോലി കിട്ടിയോണ്ട് തന്നേക്കടാ. കുഴപ്പമില്ലടാ, നിന്റെ കൈ കിട്ടുമ്പോ തന്നാ മതി. എനിക്ക് ആരാടാ ഉള്ളത്, നീയല്ലാതെ. അവനും എന്റെ മോനെ പോലെ തന്നെയാ. ഈ പോലീസിലെ പ്രശ്നം കൊണ്ട് ആരും ജോലി തരുന്നില്ല. നിനക്കൊരു നല്ല സമയം വരുവടാ. ആ മോനെ, ഈ ഡെയിലി കോളേജ് വരുന്ന പരിപാടി ഒന്നും questions നടക്കൂല. ഉണ്ടായിരുന്നോ? മനസ്സിലാവാത്തത് ഈ രണ്ടെണ്ണോ? അതിന്റെ ഉത്തരല്ല. ലവർ ബോയ്, ഇനി വാടാ. എന്താടാ ഇന്നലെ ലവ് ലെറ്റർ കൊണ്ടുപോയത് കണ്ടല്ലോ. ഇന്നെന്താ വെറും കൈയോടെയാണോ? വെറും കൈയായിട്ട് ആര് പോന്ന്? ബുക്കല്ലേ കൈയിരിക്കുന്നത്? ആ ബുക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ലവർ ബോയുടെ കയ്യിൽ കാണേണ്ടതേ ബുക്സ് ഒന്നും അല്ല. പൂതാടാ, ഇതാ പൂവ്, ഇത് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുക്ക്. ചേട്ടാ, എന്താ 1 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ട്, ഓർമ്മയുണ്ടല്ലോ. പോ പോ. പോടാ. അളിയാ, ആക്ച്വലി എന്റെ പ്ലാൻ എന്താ? നീ വാ അടച്ചിരിക്കേ. അവനും അവന്റെ ഒരു ഐഡിയയും. വാടാ. അയ്യോ, ഇത്രയിടന്താടാ ഇപ്പൊ നോക്കി എന്താ? എനിക്കാണോ? അങ്ങനെ തന്നെ. വാങ്ങിക്കോ. അളിയാ, എന്റേത് മാത്രമല്ല നിന്റേതും വർക്കൗട്ട് ആയില്ല. ഐഡിയടാ. എടാ, നിങ്ങൾക്ക് ബിസിനസ് നടന്നാലും നടന്നില്ലെങ്കിലും വൈകുന്നേരം 6 മണിക്ക് എന്റെ കയ്യിൽ കാശ് കിട്ടിയാണോ? മനസ്സിലായോ? ആ ചെല്ലു. എന്താ നിങ്ങളുടെ ചേട്ടൻ വലിയ ബിസിനസ് ഒക്കെ നടത്തുമ്പോ നിങ്ങൾ തന്നെ ചില്ലറ ബിസിനസ് നടത്തുന്നേ? എന്ത് ചുമ്മാ ചോദിച്ചാ. ചില്ലറ ബിസിനസ്സോ? നിനക്കൊരു കണക്ക് പറഞ്ഞുതരാൻ കേട്ടോ. അവരുടെ ബിസിനസ്സിന് ഒരു ദിവസം 1000 രൂപയുടെ ആവശ്യമുണ്ട്. പൈസ ആദ്യം തന്നെ 150 രൂപ എടുത്തുകൊണ്ട് എല്ലാവർക്കും 850 രൂപയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാ 150 രൂപ വീതം 100 പേർക്ക് 15,000 രൂപയാകുന്നു. ഒരു മാസത്തിന് എത്ര? 4,50,000. ഒരു വർഷത്തിന് 54 ലക്ഷം. എന്ന് വെച്ചാ രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും. ഒരു കഷ്ടമില്ലാതെ മുൻകൂട്ടി ലാഭം കാണുന്ന ഒരൊറ്റ ബിസിനസ് എന്താന്ന് വെച്ചാ അത് ഡെയിലി ഫൈനാൻസ് ആടാ. ഇപ്പൊ പറ, ഇത് ചില്ലറ കാര്യമാണോ? അല്ലല്ല, ചെന്ന് പണിയെടുക്ക. ചേട്ടാ പോവാം. നിക്ക്, പോവാൻ വരട്ടെ. സമയാകുന്നു ചേട്ടാ. നിക്കടാ, സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ.
അമ്മ കോഫി. ഇനി സമയമായ ടെൻഡർ പോവട്ടാ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മോളെ, എന്റെ ചക്കര മോള്. എന്താ ഡാഡി ഇതൊരിക്കൽ ഓഫീസിൽ പോയില്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, നീ എതിരെ വന്നാ ഞാൻ പോവും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നോ? മുന്നേ പറയണ്ടായിരുന്നോ? അത് സാരമില്ല മോളെ, വൈകിട്ടൊന്നുമില്ല. കോളേജ് എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാ ചെറിയച്ചാ. സീനിയേഴ്സ് കാരണം നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അതിനിടയിൽ ചെറിയച്ഛനെ ഞാൻ കൊണ്ടുവരില്ല. പോവാം. ബൈ 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 ബൈ. ആ നിക്കടാ ലവർ ബോയ്. അന്ന് നീ ലെറ്റർ കൊടുത്തു, പിന്നെ ഫ്ലവർ കൊടുത്തു. ഇനി എന്താ പ്ലാൻ? ഇനി വേറെന്താ, മോർണിംഗ് ഷോ തന്നെ. ഇതാ ലീലാമഹൽ ഇംഗ്ലീഷ് പടം, കോർണർ സീറ്റില് അടിച്ചു പൊളിച്ചോ. ചേട്ടാ എടാ നീ പാവം പോലെ നിൽക്കുന്നതും ഞാൻ നിന്നെ വിരട്ടുന്നതും അതിനൊന്നും ആവശ്യമില്ലടാ. പിടിച്ചോ. ഓ സൈക്കിളിൽ എങ്ങനെ പോകുന്ന ആലോചിക്കുകയാണോ? വലിയ വലിയ ആൾക്കാരൊക്കെ സൈക്കിളിലല്ലേ പോകുന്നത്. ഇങ്ങോട്ട് കേറാ. പോടാ. നീ വാടാ. അളയാ ഈ പ്ലാൻ ഉണ്ടല്ലോ, അത് ഫെയിൽ ആവാൻ ഒരു സാധ്യതയില്ല അളയാ. ഇംഗ്ലീഷ് പടത്തിന്റെ ടിക്കറ്റ് കണ്ട ഉടനെ അവന്റെ കഥ തീരും. അതല്ലെങ്കിൽ സൈക്കിള് കാണുമ്പോ എന്തായാലും തീർന്നോളൂ. ഇതെങ്ങാനും മിസ്സായി കഴിഞ്ഞാ നാളെ ഈ കോളേജ് ലീവായിരിക്കും. എന്തിനാളയാ? നിന്റെ മരണാന്തര ചടങ്ങായിരിക്കും നാളെ. ഇവൻ നമ്മളിപ്പോ എവിടെ പോയാലും അവിടെ ഉണ്ടല്ലോ. മൂവി ടിക്കറ്റ്സാ? ലീലാമഹൽ മോർണിംഗ് 11 o'clock ഷോ. നമുക്കുണ്ടോ ടിക്കറ്റ്? എങ്ങനെ പോവാം? ഇതില് പോവാന്നോ? അവിടെ എന്റെ ബൈക്ക് ഉണ്ട്, അതെടുത്തോണ്ട് വാ. പോ. എന്താടി ദിസ് ഇസ് ടു മച്ച്. ഇപ്പൊ എന്റെ സിനിമയ്ക്ക് പോയേ പറ്റോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ ഭ്രാന്തി തന്നെയാ. ഇവക്കെന്താ ഇങ്ങനെ? ഈ സിറ്റിയിലെ എനിക്ക് റോസ് തന്ന് പ്രപ്പോസ് ചെയ്യാൻ ആർക്കാ ധൈര്യമുള്ളത്? നോക്കടി, അടിപൊളി സാധനം. എന്തിനാ ഇത് തള്ളിക്കൊണ്ട് വരുന്നേ? ഓടിക്കാൻ അറിഞ്ഞൂടെ? ഇവളിനി എന്ത് ചെയ്യാൻ? ഇത് പിടിച്ചോ, ഞാൻ പിന്നീട് ഒന്ന് വാങ്ങിച്ചോളാം. മാറി കേറ്. നീ നോക്കിക്കോ, അവന്റെ സൈക്കിൾ ഇപ്പം പഞ്ചറാവും. കേറാനല്ലേ പറഞ്ഞേ? അളിയാ അവളെന്തിനാണ് നിന്റെ വണ്ടി എടുത്തോണ്ട് പോയേ? വാടാ പോയി പിടിക്കാം. ഏത് വഴിയാടാ പോയത്? നീ വഴി പോ. നീ വഴി പോ. അളിയാ നേരെ പോടാ. ഏത് വഴി വന്നാലും അവര് വരുന്നത് മാളിലേക്ക് തന്നെ ആയിരിക്കണം. അളിയാ സൂപ്പർ, അളിയാ സൂപ്പർ. നിക്കടാ പോരാ. എന്താ ചേട്ടാ വേണ്ടത്? അത് എന്താ അമ്മാവ വീണ്ടും അതാണോ? ഇന്നൊരു പൊളി പൊളിക്കാം.
അത് കഴിഞ്ഞോ? എന്ന് ഞാൻ പൊക്കോട്ടെ സാർ. നീ പൊക്കളാൻ പറഞ്ഞില്ലേ? ആ ശരി സാർ, താങ്ക് യു സാർ. നിങ്ങളൊക്കാരാ? എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചോദിക്കാൻ വന്നതാ. ഇപ്പൊ ഇവിടെ ജോലിക്ക് ആളിന് ആവശ്യമില്ല. എന്ത് ജോലിയാണെങ്കിലും ചെയ്യാം സാറേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ നമ്പർ തന്നിട്ട് പോ, ഞാൻ വിളിച്ചോളാം. ശരി, നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും? ശരി, ജോലി വരുമ്പോൾ ഞാൻ ഈ നമ്പറിൽ വിളിക്കാം. ആയിക്കോട്ടെ. പോയിട്ടോ. സാർ ഇവിടെ വേടാ. നമസ്കാരം സാർ. അവരെന്തിനാ വന്നേ? എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? അവർ ജോലി അന്വേഷിച്ച് വന്നതാണ് സാർ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ജോലി ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ശരി, നീ വെക്കോ. ശരി സാർ. എടാ, എന്താ ചെയ്യുന്നേ? കോളേജില്ലേ? എന്താ പോവാത്ത? നിനക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നില എന്താന്ന്? നിന്റെ അമ്മയുടെ കഷ്ടം കൊണ്ടാ നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്നേ. ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്ന എന്തിനാന്നറിയോ? നീ കഷ്ടപ്പെട്ട് പഠിച്ച് നന്നാവണമെന്നുണ്ടാകും. ചെല്ലടാ, കോളേജ് പോ. നീ എന്താടി ഒന്ന് പറഞ്ഞൂടെ? എന്ത് ചെയ്യാനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താടാ കോപ്പ, എന്റെ ഫിഗറിന്റെ കൂടെ നിനക്കെന്താടാ പണി? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഏട്ടാ? വീണ്ടും ഞാൻ നിന്നോട് പറയുവാ, ഇനി അവളെ കണ്ടാലോ, അവളുടെ കൂടെ എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാലോ, എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിയാലോ, ഈ ബോക്സിന്റെ സ്ഥാനത്ത് നിന്റെ തലയായിരിക്കും. മനസ്സിലായോടാ? താങ്ക്സ് ഏട്ടാ. ഇത്രയും പ്രായമായിട്ടും കോളേജിൽ വരുന്ന ഒരു വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടാ. നിന്റെ കൊച്ചു വരുത്തടാ. എടാ ദേ വരുന്നു. അവിടെ ആരാടാ ഇരിക്കുന്നത് നിനക്ക് കാണാൻ? ഇന്ന് വൈകിട്ട് സൂര്യയുടെ ബർത്ത്ഡേ. ഒരു ബിയർ അങ്ങനെ തന്നെ എടുത്ത് വായിലേക്ക് കമത്തണം. ഒരുത്തനെയും വിടാതെ ഇവിടെ ഇരിക്കുന്നവന്മാരെല്ലാം കൂടി ഇരിക്കുന്ന കുപ്പിയെല്ലാം എടുത്ത് അടിച്ചിട്ട് ഹലോ, എക്സാംസ് അല്ലേ? പഠിച്ചതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കായിരുന്നു, വേറൊന്നും വിചാരിക്കല്ലേ. എന്താടാ നീ എന്താ ഒളിച്ചു നടക്കുന്നേ? അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതാണോ? അത് അങ്ങനെയൊന്നും അല്ല. ഹലോ, ഞാൻ ഒരാളെ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ റൂമിൽ എന്നാ പഞ്ചായത്ത്? ഒന്നും മിണ്ടാതിരിക്കും സർ. നോക്കടാ, നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ആ മുന്നേ പറഞ്ഞു കാരണമാണ് ലെറ്റർ തന്നത്. മുന്നേ വേണ്ടെന്ന് പറഞ്ഞത് കാരണം നിർത്താൻ പോവാണ് എന്ന് ഭ്രാന്ത് പോലെ പറയരുത്, കേട്ടല്ലോ? അതാണല്ലോ സത്യം. ആ എന്റെ ഹോൾ ടിക്കറ്റ് നമ്പർ അവൻ എഴുതുമെന്ന് പറഞ്ഞ്. ചാൻസ് ഇല്ലല്ലോ, അവനെ എപ്പോഴേ ഡീബാർ ചെയ്തു. ആണോ? താങ്ക് യു സർ. ഇങ്ങോട്ട് നോക്കടാ, അവൻ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞപ്പോ കൊടുക്കാനും വേണ്ടെന്ന് പറയുമ്പോ വേണ്ടെന്ന് വെക്കാനും ഞാൻ എന്താ വെറും പാവയാണെന്ന് വിചാരിച്ചോ നീ? ഒരു മിനിറ്റ്, അവൻ എന്താ കൊടുക്കാൻ പറഞ്ഞത്? ഇവൻ എന്തെന്നാണ് അവോയ്ഡ് ചെയ്തത്? ഒന്ന് തെളിയിച്ച് പറയാമോ? ഒന്ന് മിണ്ടാതിരിക്കോ സർ. ഇവിടെ എനിക്ക് തന്നെ ഒന്നും അറിയാതെ കൺഫ്യൂഷനിലാണ്. അപ്പഴാ നിങ്ങൾ ഇടയ്ക്കൊരു സംസാരിക്കുന്നത്. നിന്റെ അടുത്ത് എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണ്ടു. വാ സർ. എന്ത്? പ്രിൻസിപ്പാളിന് പോലും മര്യാദയില്ലേ?
ഒരു പ്രാവശ്യം നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിനക്കത് അത്രയ്ക്ക് തിളപ്പണോ? ഞാൻ തൊട്ടാ നീ തീർന്നു പോടാ. മുന്നേ എന്താ ചെയ്യുന്നത്? അവനെ വീട്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് കാര്യം മനസ്സിലാവില്ലേ? എന്റെ ഫിഗറിന്റെ കൂടെ നീ മാറിക്ക. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫിഗറിന്റെ കൂടെ വണ്ടി കടന്ന് കറങ്ങാം. നീ മാറിക്കേ. ഇന്ന് നിന്റെ ശവഞ്ഞെടുക്കൂടാ. സാർ 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 നിർത്തിക്കുക സാർ. സാർ സ്റ്റുഡൻസ് ആണ് സാർ. ആ പെണ്ണിന്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞാൽ അവനെടുത്ത് അടിക്കുകയാണ് സാർ. പ്ലീസ് ഹെൽപ്പ് സാർ. ചെറിയച്ഛനോ? അവനെ അടിക്കല്ലേ ചെറിയച്ച. ചെറിയച്ച ചെറിയച്ച പറയുന്നത് കേക്ക്. ചെറിയച്ച 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 അതിന്റെ മോനെ വീണ്ടും എന്റെ കണ്ണുമ്പേ വന്നാ വെട്ടിക്കളഞ്ഞ ഓടി. തല്ലണോ കൊല്ലണോ? അവന്റെ കൂടെ എന്തിനാണ് ഈ സ്കൂട്ടിയിൽ പോയത്? ആൺകുട്ടികളുടെ കൂടെ സ്കൂട്ടി പോയ അത്രക്കേ ഉള്ളല്ലേ? ഏത് കാലത്ത് ചെറിയ ജീവിക്കുന്നേ? അവിടെ വെക്കും മോളെ. അച്ഛാ നോക്കച്ചാ, ആവശ്യമില്ലാതെ അവനെ അടിച്ചത്. മോളെ ഇവൻ ചിലപ്പോ തെറ്റിദ്ധാരണ കൊണ്ട് അടിച്ചതായിരിക്കാം. തെറ്റിദ്ധാരണ അല്ലേ ചേട്ടാ, വണ്ടിയിൽ രണ്ടു കൂടെ ചുറ്റുന്നുണ്ട്, അത് ഞാൻ കണ്ടതാ. നിന്റെ തലയ്ക്ക് വെളിവില്ലടാ. ഫ്രണ്ട്സായ ബൈക്കിൽ ചുറ്റിയെന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് എടുത്തുചാടി അടിക്കുക. ഫ്രണ്ട് ആണല്ലോ അല്ലേ മോളെ? നിന്റെ ഫ്രണ്ടിന് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് എന്റെ കടമയാ. ഒരാഴ്ചയോ 10 ദിവസം ആയിക്കോട്ടെ. ഓക്കെ? എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ? മോള് സമാനത്തോടെ ചെല്ല്. നിന്റെ ഒരു അഭിനയം. എന്താടാ എത്തി ഉപദേശിക്കാൻ. ഫ്രണ്ട് തന്നെയാണോടാ? വേറെ പണിയില്ല നോക്ക്. AC-യിൽ ഇരുന്നിട്ട് ഓസിന് ആപ്പിള് തിന്നുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സോറി. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ എന്താ പറഞ്ഞത്? It's a systematic, masterological, psychological problem in the medulla oblongata and the collaboration. What?
കാലൊടിഞ്ഞതാടി. പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്ന കണ്ടില്ലേ? 15 ദിവസം കഴിയുമ്പോ വീട്ടിൽ പോയി. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ ഡോക്ടർ 2000 രൂപ മേടിച്ചത്. നീ ഇനി ഒന്നുകൂടെ ചോദിച്ചെന്ന് വെച്ചോ, ഇത് തന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു പിന്നെ 2000 മേടിക്കും. പോടാ പോടാ. ലൈല മജ്നുവിന്റെ ഇടയ്ക്ക് ഞാനെന്തിനാ? ഡേയ്, ഒരു കാര്യം ഓർത്തോ, ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകാർ നിന്നെ വെച്ച് പിഴിഞ്ഞോണ്ടിരിക്കുക. ആ സർക്കാർ ആശുപത്രിയിലോ ആയുർവേദ ആശുപത്രിയിലോ പോയെങ്കിൽ 3 ദിവസം കൊണ്ട് നിന്നെ ശരിയാക്കി പറഞ്ഞു വിട്ടേനെ. ആലോചിക്കേ. പോടാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ക്യാരി ഓൺ ക്യാരി ഓൺ. അബി, എന്തിനാ അത്ര ദേഷ്യം? എന്തിനാ അവന്മാരെ അങ്ങനെ അടിച്ചത്? കള്ളനാ നീ. നിന്റെ കണ്ണിലേ കാണിക്കുന്ന പോലത്തെ അപ്പാവിയൊന്നും അല്ല നീ. യു ആർ നോട്ടി ബോയ്. സോറി സോറി സോറി. അബി, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ടാബ്ലറ്റ്സ് കഴിച്ചായിരുന്നോ? എന്താ അബി ഇങ്ങനെ? ടൈമിന് ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കണ്ടേ? വാ തുറന്നേ. സത്യടി, ക്ലാസ്സിലെ എല്ലാരും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ടൈം നോക്കോട്ടോ, ഇന്ന് കറക്റ്റ് സമയത്തിന് ക്ലാസ്സിന് പോകണം നമുക്ക്. സിറി, അല്ല നീ എന്താ ക്ലാസ്സിൽ പോക്കോ. നീ പൊക്കോ. ഫസ്റ്റ് ടൈം നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ നാറുകളുടെ വാക്കും കേട്ട് അതൊക്കെ വിട്ടേക്ക്. ഫൈനലായിട്ട് ഞാൻ എന്താ പറയാ വരുന്നെന്ന് വെച്ചാൽ ഐ ലവ് യു. അതെ, ആ നായ ഞാനാണ്. ആ കാർഡ് നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ചടിച്ചാവും. താങ്ക് യു. നിനക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയോ? ഈ മാത്സിലെ ഫോർമുല ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഐ ലവ് യു. അളിയന് പെണ്ണിനെ കിട്ടി, എനിക്ക് സന്തോഷമായി. അളിയന് പെണ്ണിനെ കിട്ടി, എനിക്ക് സന്തോഷമായി. എന്താണ് നിന്റെ മോൻ തെങ്കിലും ഇരിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കളിയാ, ഇത് ആഘോഷിക്ക. അളിയാ, അവളെന്തിനാ അവന് പൂ കൊടുക്കുന്നേ? ഞാനിപ്പോ ചോദിച്ചിട്ട് വരാം. അളിയൻ ടെൻഷൻ ആവല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ? ഞാനെന്ത് അളി, ഞാൻ ഒന്നും ചെയ്തില്ല. എന്നെ കൊല്ലല്ലേ? അയ്യോ അളിയ, ഞാനല്ലറിയാ, ഞാനൊന്നും ചെയ്തില്ല. മോളെത്തിയോ? വാ മോളെ. അച്ഛാ, കണ്ടോ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഹൈദരാബാദിലെ കോളേജ്. ഇത് ഇന്ത്യയിലെ നമ്പർ 1 കോളേജ്. ഇത് ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് കോളേജ്. ഇതിൽ ഏത് കോളേജിലാ ജോയിൻ ചെയ്യുന്നതെന്ന് മോള് പറഞ്ഞാൽ മതി. എന്തിനാ അച്ഛാ? ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തല്ലേ. അത് സാരമില്ല മോളെ, ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്തോ. അവനെ ഞാൻ വിട്ടുപോന്ന് വിചാരിക്കേ വേണ്ട ഡാഡി. അവനോ? ആരാവൻ? അതേനെ, അഭി അച്ഛാ. അതാ ചേട്ടാ, കാലൊടിച്ച് വിട്ടില്ലേ? അവനെ കൊല്ലാതെ വിട്ടത് തെറ്റായി പോയി. മോളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞേ? അതില്ല അച്ഛാ, എനിക്കവനെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അതെന്താന്ന് എനിക്കറിയില്ല. അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അച്ഛനോടുള്ള പോലെ തന്നെ ഫ്രീ ആയിട്ട് സെക്യൂർഡ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയും. നീ കൂടുതൽ ലാളിച്ച് വളർത്തിയില്ലേ, അതോ അവൾ ഇങ്ങനെ ആയി പോയത്. നീ ഒന്ന് അടങ്ങ. എന്റെ പൊന്നു മോളെ, ഈ ഏജിൽ ഇതൊക്കെ സാധാരണയാ. ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. മോക്ക് എപ്പോ എന്ത് വേണോന്ന് ഈ അച്ഛൻ അറിയാം. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയ ഒരുത്തരം ഞാൻ കണ്ടുപിടിച്ചു തരാം. അച്ഛാ, അവൻ ഭയങ്കര ബ്രില്യന്റ് ആണ്. ഇത്ര ചെറിയ വയസ്സിൽ തന്നെ ഗ്രൂപ്പ് 2 എഴുതി കഴിഞ്ഞു. സ്വത്താണോ ആലോചിക്കുന്നേ? ഫസ്റ്റില് അച്ഛനും ഇല്ലായിരുന്നല്ലോ. അച്ഛനെ പോലെ തന്നെ എല്ലാം നേടിയെടുക്കണമെന്ന് അവന് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ വിചാരിക്കുന്ന ബെസ്റ്റ് അവനാണ് അച്ഛാ. അതല്ല മോളെ, വേറൊന്നും പറയണ്ട അച്ഛാ. ഞാൻ ഇത്ര റീസൺസ് പറയുന്നില്ലേ? അവന് വേണ്ടെന്ന് വെക്കാൻ ഒരു റീസൺ എങ്കിലും പറഞ്ഞേ. എന്താ ചേട്ടാ അവളടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന? കാലൊടിച്ച് റൂമിൽ തള്ളു. ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്ത് തെറ്റായി പോയി. രാവിലെ തന്നെ ഇവിടെ ഹൈദരാബാദിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം.
അവന്റെ വീട് എവിടെയാ മോളെ? പെജുൻപേട്ട് അച്ഛാ. അവന്റെ അച്ഛന്റെ പേര്? കൃഷ്ണ. കോഫി എടുത്തോളൂ. ഏയ്! നീ അവനെ അല്ലാതെ വേറെ ആരെ പ്രേമിച്ചാലും എനിക്ക് വിരോധമില്ല. ഇനിയിപ്പോ അവൻ പിച്ചക്കാരനായാലും കുഴപ്പമില്ല. അവന് നിനക്ക് വേണ്ട. എന്നുവെച്ചാ എന്റെ ചോയ്സിനെക്കാളും ഭിക്ഷക്കാരനാണ് നല്ലതെന്നാണോ പറയുന്നേ? ഞാൻ ചോദിക്കാതെ എന്നെ എല്ലാം തന്നു എനിക്ക്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊന്ന് ചോദിച്ചപ്പോ അത് തരാൻ എന്നെ കഷ്ടപ്പെടുത്താണല്ലേ? ഐ ഹേറ്റ് യു അച്ഛാ. സിരി, അബി, എന്തു പറ്റി നിനക്ക്? അച്ഛൻ നമ്മുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു അബി. വളരെ മോശമായിട്ടാ പ്രതികരിച്ചത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാം നമുക്ക്. കല്യാണോ? നീ ഇതെന്തൊക്കെയായി പറയുന്നേ? നീ ഇപ്പൊ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂടണ്ട. ദേഷ്യപ്പെട്ടൊരു തീരുമാനം എടുക്കുന്നത് കറക്റ്റ് അല്ല. അബി ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ കല്യാണം കഴിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല അബി. ഇപ്പൊ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്റെ അച്ഛനെ പറ്റി ചെറിയ അച്ഛനെ പറ്റിയൊന്നും നിനക്ക് അറിയില്ല. നിന്നെ കൊല്ലാൻ ഒരു മിനിറ്റ് പോലും ആലോചിക്കില്ല. നിനക്ക് വേണ്ടി എന്റെ അച്ഛനെ വിട്ടിട്ടാ ഞാൻ വന്നത്. അങ്ങനെയല്ല. അടങ്ങടാ, ആ പെണ്ണ് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നു, പിന്നെ നിനക്ക് എന്തിനാ ഇത്ര പേടി? അതല്ലടാ, എന്റെ അച്ഛൻ. നിന്റെ അച്ഛന്റെ കാര്യല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. ഞങ്ങൾ സെറ്റിൽ ആവാതെ എങ്ങനെയാടാ? ഓ പിന്നെ, നീ സെറ്റിൽ ആയി കഴിയുമ്പോ അവളുടെ അച്ഛൻ വിളിച്ച് നിന്റെ കാല് കഴുകി പെണ്ണിനെയും കെട്ടിച്ചേരും. കയ്യും കാലും വെട്ടത്തേ ഉള്ളടാ. കല്യാണം കഴിച്ചാൽ വെറുതെ വിടുന്നാണോ? അവിടെയാണ് നമ്മുടെ വിജയം മോനെ. നിങ്ങളുടെ ദേഹത്തൊരു മണ്ണ് വീഴാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ള സമയത്താണ് നിന്റെ ഫ്രണ്ട് ആരാണെന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഷക്കി മാം, മഹാരാജാവേ, നിനക്ക് വേണ്ടി ദേ രഥം കാത്തു നിൽക്കുന്നു. ശകുനം നന്നായിട്ടുണ്ട്. പുതിയ ദമ്പതികളാ. കയറിക്കോ. വെൽക്കം. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് എന്നെ കയറിക്കോളും മാഡം. ഏയ് നിർത്തിക്ക. കല്യാണ ഘോഷയാത്രയില് നാഗിനി ഡാൻസ്. അങ്കിളേ, അങ്കിളേ,
ദൈവം ഉണ്ടറാ, എല്ലാം നമ്മുടെ നല്ലതിന് തന്നെയാ. ആ കോയമ്പത്തൂരിലെ ആൾക്കാർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് സർ. സാർ എടീ. സൈൻ ചെയ്താൽ ആ. മോൾ എണീറ്റോ? ഇല്ലെന്നേ, രാവിലെ മുതൽ ഡോർ തുറന്നിട്ടേ ഇല്ല. സാരമില്ല ചേട്ടത്തി, 2 ദിവസം പട്ടിണി കിടന്നാൽ എല്ലാം ശരിയായിക്കോളും. എടാ, ഊരും പേരും ഒക്കെ പറഞ്ഞല്ലോ, ഇനിയും എന്തിനാ വൈകുന്നേ? നമ്മുടെ സ്റ്റൈലിൽ തന്നെ തീർത്തേക്ക്. ശരി ചേട്ടാ. കാപ്പി കുടിക്കേ. ഉം. നിനക്കൊന്നും വെളിവും വെള്ളിയാഴ്ചയില്ലടി. കുടിക്ക്, നല്ല ചൂടുള്ള കാപ്പിയാ, ഊതി കുടിക്ക്. കൊട്ടാരത്തിലെ രാജകുമാരി പാവപ്പെട്ട ഒരു ചെറുക്കനെ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചാൽ രാജകുമാരിയുടെ അച്ഛൻ സമ്മതിക്കുമോ? അതോ സമ്മതിക്കത്തില്ലേ? ഹനുമാനെ പോലെയുള്ള സുഹൃത്തിന്റെ സഹായത്താൽ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞു. കണ്ടില്ല സർ, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയായി ചെയ്യുന്നത്. ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ഒരു പാഷൻ ആയി പോയി. അറിയപ്പെടുന്ന ബിസിനസ്മാൻ ജഗദീഷ് ചന്ദ്രപ്രസാദിന്റെ മകൾ പെജോറിപ്പേട്ടിലെ അബി എന്ന ചെറുക്കനുമായി പ്രണയിച്ച് ഇന്ന് അമ്പലത്തിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു. അബിയുടേതൊരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പോ ഈ കൊട്ടാരത്തിലെ രാജകുമാരി ഒരു ദിവസമെങ്കിലും പെജോറിപ്പേട്ടയിൽ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് ജഗദീഷ് ചന്ദ്രപ്രസാദ് അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം. ഇതിന് ഉടനടി മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വാർത്ത വായിക്കുന്നത് ദുർഗേഷ്. ഞാൻ ഗ്രൂപ്പ് 2 പാസ്സായി അച്ഛാ. വളരെ സന്തോഷമുണ്ട് മോനെ. കഷ്ടപ്പെട്ട് നന്നായാ മതി. ചെന്ന് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും കൊടുക്ക. എടിയേ, ആ എനിക്ക് ജോലി കിട്ടിയടേ. എന്ത് ജോലിയാ? സെക്യൂരിറ്റി പണിയാണ്. ഓ, സെക്യൂരിറ്റി ഗാർഡ്. നമ്മളെ മരുമോള് വന്നതിന് ശേഷം എല്ലാം നമുക്ക് നന്നായി അതെ നടക്കാം. ചേട്ടാ. അതെ, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. എന്തെങ്കിലും ഒന്നൊന്ന് കഴിക്കേ. ഉം. എന്താ ഡാഡി ഇതുവരെ ഓഫീസിൽ പോയില്ലേ? ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട് മോളെ, നീ എതിരെ വന്നാ ഞാൻ പോവും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നോ? എന്നോട് മുന്നേ പറഞ്ഞില്ലല്ലോ. അതൊന്നും സാരമില്ല മോളെ. ഇല്ല, ശരിയായിട്ടുണ്ടല്ലോ. എല്ലാം ശരിയായിട്ടുണ്ട്. ശരി. ശരി. എന്താടാ? അത് ചേട്ടാ, എന്റെ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നപ്പോ ഒത്തിരി കാശ് ചെലവായി. ഒത്തിരി ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇതുവരെ കച്ചവടമൊന്നും നടന്നില്ല. നാളെ 2 കൂടെ ചേർത്ത് കെട്ടാൻ ചേട്ടാ. ഇതാ സർക്കാർ. അടി കൊടുത്തല്ലേ കാശ് ശരി, വരുമെന്ന് പോയിട്ട് എനിക്ക് വരാം. അറിയാം. നീ എന്താടാ പറഞ്ഞോണ്ടിരുന്നേ? ഈ വർഷത്തെ ഉത്സവത്തിന് മരുമോൻ വീട്ടിൽ വന്നു, മരുമോള് പ്രസവിക്കാൻ പോന്നു, ഇങ്ങനത്തെ കഥയൊന്നും എന്റെ അടുത്ത് പറയരുത്. വൈകുന്നേരം 6 മണിക്ക് മുമ്പേ പലിശ എന്റെ കയ്യിൽ വന്ന് എത്തണം. ചേട്ടാ തന്നേക്കാ ചേട്ടാ. ഇത്തവണ പലിശ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ മോതിരം ഊരാതെ തന്നെ അടി കിട്ടും. അത് വേണ്ട ചേട്ടാ, ഞാൻ തന്നേക്കാ ചേട്ടാ, ഞാൻ തന്നേക്കാ. ചേട്ടാ, ഇത് ഞാനാ. ടെൻഡറിന് സമയമായി ചേട്ടാ. ഡാ, എല്ലാം നീ തന്നെ ചെയ്താ മതി. ചേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും വരണം. ഇത് വലിയ ടെൻഡറാണ്. ഈ ഒരിക്കൽ മാത്രം വരണം കേട്ടോ, പ്ലീസ് ചേട്ടാ. ചേട്ടാ, മോളെ, എതിരെ വാ മോളെ. എന്തായി സുരി? എന്ത് പറയാനാണ് ചേട്ടത്തി? ടെൻഡർ മിസ്സാവുന്ന ഈ മാസത്തെ 3ാമത്തെ തവണയാ. ഇങ്ങനെയായ ഒന്നും ശരിയാവില്ല. ഇത് കാരണം നമ്മുടെ കാശ് എത്ര പോയെന്നറിയോ? ഓൾറെഡി സ്വത്ത് പകുതി പോയി. നിങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു മോളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനി എനിക്ക് എന്തിനാ സ്വത്തും മുതലും ഒക്കെ?
1250. താങ്ക് യു. താങ്ക് യു. ഇതെടുത്തോളൂ, ഇത് നല്ലതാണ്. Oh, ഇത് really? ആക്ച്വലി കോംപ്ലിമെന്ററി ആണ്. താങ്ക് യു. താങ്ക് യു. എന്റെ പൊന്നുമോള് ഒരു കാര്യം ആവശ്യപ്പെടാൻ ഞാനൊരു അവസരം കൊടുക്കില്ല. അതല്ല മോളെ. ഒന്നും പറയാതെ വെച്ചാ ഞാൻ എന്തുമാത്രം റീസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് വേണ്ടാന്ന് പറയാൻ ഒരു റീസണെങ്കിലും പറഞ്ഞേ. അവള് ജനിച്ചപ്പോ തൊട്ട് ഒരു ദിവസം പോലും ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ലടാ. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്താണ് അവള് തിരിച്ചു വരുമെന്നാ കരുതി. 6 മാസം കഴിഞ്ഞടാ. ഡാ, എന്റെ മോളെ എന്നീന്ന് അകറ്റിയവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കൊന്നു കളയണവനെ. നിങ്ങളൊന്ന് മൂളിയാ മതി ചേട്ടാ. ഇരു ചെവി അറിയാതെ പണി തീർത്തു തരാം. ഡാ, കെഞ്ചിയാലും ശരി കൊന്നാലും ശരി എനിക്ക് എന്റെ മോള് ഇവിടെ എത്തണം. അവൾ എന്റെ വീട്ടിൽ വരണം. ആരായത്? ഗണേഷ്, ആ പറഞ്ഞോളാ സൂരി. അർജന്റായിട്ട് ഒരു പണിയുണ്ട്. എന്താടാ? നിനക്ക് ഞാനൊരു ഫോട്ടോ അയച്ചു തരാം. നമ്മുടെ സ്റ്റൈലിൽ അവന്റെ പണി തീർക്കണം. ഒരു 20 ആകും. ഒരു 5 അഡ്വാൻസ് അയക്കേ, ഫോട്ടോയും ചേർത്ത്. 24 മണിക്കൂറല്ലേ നീ തന്ന പണി കഴിയും. നിന്റെ കാശ് ഇപ്പൊ തന്നെ അയക്കാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഒരു കാരണവശാൽ എന്റെ പേര് പുറത്തു വരരുത്. നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കുടലായിരിക്കും വളി വരുന്നത്, പേരൊരിക്കലും വരത്തില്ല. ഫോൺ വയ്ക്കുക. ചേട്ടാ, പണി കഴിയും. ശരി, നമ്മുടെ വീട്ടിലേക്ക് എത്തും. എന്റെ മോള് വരുമോ? മോളെ വാ മോളെ, ഈ അച്ഛൻ്റെ അടുത്തേക്ക് വാ മോളെ. അയ്യോ മോളെ, എന്തു പറ്റി മോളെ? നീ എപ്പോ വന്നു? എന്തിനാ കരയുന്നെ? എന്താ മോളെ? സോറി അച്ഛ, അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? അതൊന്നും സാരമില്ല മോളെ, മോള് തിരിച്ചു വന്നല്ലോ, അച്ഛന് സന്തോഷമായി. ഞാൻ ഒരാളായിട്ടല്ല വന്നത്, 2 പേരായിട്ടാ വന്നത്. അതെ അച്ഛാ, ഞാൻ പ്രഗ്നന്റ് ആണ്. ഇനി 6 മാസത്തിനുള്ളിൽ ഒരു കുട്ടി സിരി വരാൻ പോവാ. മോളെ നേരാണോ? അച്ഛനെ പോലെ എനിക്ക് വളർത്താനൊന്നും അറിയില്ല. പിറന്നാ ഉടനെ അച്ഛനെ എന്നെ തരാട്ടോ. അച്ഛൻ തന്നെ വളർത്തിക്കോ, ഓക്കെ? പ്രോമിസ്? ഐ എം സോറി അച്ഛ. അച്ഛ, ഞങ്ങളെ ആശീർവദിക്ക്. അബി, അഭി, അഭി, അബി, ദീർഘായുസായിരിക്കട്ടെ. 100 വർഷം മക്കളും കുട്ടികളുമായി നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. അല്ല, നിങ്ങൾ കാപ്പി കുടിച്ചില്ലേ? ഇല്ല അച്ഛാ. അഭിക്ക് കാപ്പി കൊടുക്കും മോളെ. ഞാനിപ്പോ വരാം. എത്ര നേരമായി? എന്തു പറ്റി ചേട്ടാ?
ഇന്നലെ രാത്രി നീ ഒരു ഡീൽ ഉറപ്പിച്ചില്ലേ, അത് വേഗം വേണ്ടാന്ന് പറ. ഇപ്പൊ എന്താ പറ്റിയേ? വേഗം ഫോൺ ചെയ്യടാ. ആ ശരി. നമ്മൾ കൊടുത്ത കാശ് അവനോട് എടുത്തോളം പറ. പറയടാ. സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ വിളിക്കേ. യൂസ്ലെസ് ഫെലോ. നീ എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ മരുമനൊന്നും സംഭവിക്കരുത്. പോയി തടയേ. ഗണേഷ് ഇവിടെ ഇല്ലേ? അവര് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ല വരുന്നേ. ഇല്ല, അവൾ രാവിലെ വെളിയിൽ പോയിരിക്കുക. പ്രധാനപ്പെട്ട എന്തൊരു ജോലിയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. എന്താടാ, നീ അവനെ കണ്ടോ? അല്ല ചേട്ടാ, നമ്മുടെ ജോലിയായിട്ടിരിക്കുന്നേ. അവര് പുറത്തൊന്നും അയക്കണ്ട, ഞാൻ രണ്ടുപേരും അയക്കാം. പുറത്ത് സെക്യൂരിറ്റി നിർത്തിയേക്ക്. അതിനിടയ്ക്ക് ഇവൻ എവിടെയാണെന്ന് ഞാൻ ട്രേസ് ചെയ്ത് നോക്കട്ടെ. ശരി ശരി, നീ അവൻ എല്ലായിടത്തും അന്വേഷിക്കേ. ഞാൻ മോളെ ഇവിടെ മാനേജ് ചെയ്തോളാം. ഗണേശന്റെ കൂടെ ആരൊക്കെയാ പോയത്? എന്താടാ? രാമു, സൂരി, രാംബാബു ആണ് മേഡം പോയേക്കുന്നത്. അവരെ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കാൻ പറ്റുമോ? ചേട്ടാ, അവരുടെ കൂടെ രാമുവും പോയിട്ടുണ്ടെന്നാ തോന്നേ. ഒന്നും അവനെ വിളിച്ചു നോക്കിയേ. എന്താ സുജിയണ്ണ, വല്ലം കഴിച്ചോ? എന്താ മീൻ കറിയോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ആര് വിളിക്കുന്നുണ്ട്. ചേട്ടാ, റിങ് ചെയ്യുന്നുണ്ട്. രാമു, ഗണേശൻ എവിടെയാ ഉള്ളത്? ഒന്ന് ഫോൺ കൈ കൊടുക്കാൻ പറ്റുമോ? സാറ് ഏതോ ഇമ്പോർട്ടന്റ് മീറ്റിംഗിൽ ഇരിക്കുക. ചേട്ടന്റെ ഫോൺ കൊടുത്തേ. ചേച്ചി, സാർ ഏതോ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാ. സാറെന്തോ ദേഷ്യത്തിലിരിക്കുക. ഒരു പ്രാവശ്യം ഫോൺ അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. ശരി ചേച്ചി. മീറ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അലിയുടെ ആളുകൾ എല്ലാരും തീർത്തേക്ക്. ചേട്ടാ, മനസ്സിലായോ? ചേട്ടാ, എന്താടാ? അർജന്റ് ആയിട്ടൊരു ഫോൺ. അങ്ങോട്ട് വാ. ഓക്കെ ഏട്ടാ, ഓക്കെ. എന്താടാ? ഫോൺ ഏട്ടാ. ആരാ? ചേച്ചിയുടെ ഫോണാ. ആ പറയടേ. ഗണേഷ്, ഞാൻ സൂര്യ. ആ പറയടാ. രാത്രി ഒരു ഡീല് പറഞ്ഞില്ലേ, ആ ഡീല് ക്യാൻസൽ ആക്കിയേക്ക്. നിനക്ക് ഞാൻ അയച്ചു വെച്ച അഡ്വാൻസ് പോലും തിരിച്ചു തരേണ്ട ആവശ്യമില്ല. ഡീല് ക്യാൻസലോ? ഞാൻ വേറൊരു സെറ്റിൽമെന്റിന് പുറത്തോട്ട് വന്നേക്കുവാ. നിന്റെ ജോലി ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവന്റെ നമ്പർ നിനക്ക് തരാം. നിങ്ങൾ ഡയറക്ടോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. ചേട്ടാ, ആ ഡീൽ കൊടുത്ത ആളുടെ നമ്പറില്ലേ, അതാ സൂര്യക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കുക. മനസ്സിലായോ? ഫോൺ ഓഫ് ചെയ്യണം. മോയും കൂടെ. ഈ വൃത്തിയേട്ടവൻ പുതിയ ബ്ലൗസും സാരി എടുത്തുകൊണ്ടോന്ന് തന്ന എല്ലാം ശരിയാവോ? അങ്ങ് മാച്ചിങ് ബ്ലൗസ്, മാച്ചിങ് വള, ഇതെല്ലാം ആര് വാങ്ങിച്ചു തരുമെന്നാ? എന്റെ കള്ളനായ ഭർത്താവ് കൊണ്ടുവന്ന് തരുമോ എനിക്കിതെല്ലാം? എന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. ഇതേപോലെ ഒരുത്തന്റെ തലയിൽ എന്നെ കെട്ടിവെച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി. ഹലോ ശേഷു, ഗണേഷ് നിന്റെ നമ്പർ എനിക്ക് തന്ന. നൈറ്റ് നിന്റെ അടുത്ത് ഒരു ഡീല് പറഞ്ഞിരുന്നില്ലേ, അത് ക്യാൻസലാ. ആ കാശ് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. ആരാ സാറേ നിങ്ങള്? എന്തോന്ന് ഡീല്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് സാറേ? സാറ് വേറെ ആരെയും വിളിക്കേണ്ട വരെ എന്നെ വിളിച്ചതാന്നാ തോന്നുന്നേ. ശേഷു, ഹലോ ശേഷു, ഗണേഷ് ഈ നമ്പറാ തന്നത്. ആ ഡീൽ ക്യാൻസൽ. നീ എവിടെയാണെന്ന് പറ, ഞാൻ നേരിട്ടൊന്ന് പേഴ്സണലായിട്ട് നോക്കാം. ആരാ സാറേ നിങ്ങള്? സാറിന് എന്താ വേണ്ടേ? സാറേ, ഞാനൊരു പാവം മനുഷ്യനാ. സാറ് വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞാൻ. ഇത് റോങ് നമ്പറാ. ഡാ ചേട്ടാ, ആരാണോ ഡീൽ ഏൽപ്പിച്ചത് അവര് പറഞ്ഞാലേ കില്ലർ കേൾക്കൂ.
കളർ കളർ വാട്ട് കളർ? അതടി ഏത് കളറായിട്ടിരിക്കുന്ന ചോദിച്ചേ. ഓ പിങ്ക് ആണോ? എന്റേത് റെഡ്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യേ. എന്താടാ? എടാ രാമു, നിന്നെ കൈ എടുത്ത് തൊഴാടാ. ഗണേശിന്റെ അടുത്ത് ഫോൺ കൊടുക്കൂ പ്ലീസ് ഡാ. സാർ ഇപ്രാവശ്യം ഫോൺ കൊടുത്ത് എന്നെ കൊന്നുകളയും. എന്താടാ ഞാൻ പറഞ്ഞാലും നീ ഫോൺ തരത്തില്ലേ? ചേച്ചി ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. എന്താ അഹങ്കാരം കൂടിയോ? രാത്രി വീട്ടിലല്ലേ വരണേ, ഇടിച്ചു തന്നെ ശരിയാക്കും. ചേച്ചി ഞാൻ കൊടുക്കാം. അയാളതിനകത്ത് എന്തെടുക്കുവാണോ എന്തോ. ചേച്ചി വണ്ടി അമ്മാവനെ കൊന്നു കളഞ്ഞു. ജീവനുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. ചേട്ടാ പറയൂ. നീ അവനെ കണ്ടോ? അച്ഛൻ സമ്മതിച്ചില്ലല്ലേ? അതാ ആദ്യം ആ ശേഷുവിനെ പിടിക്കേ. ശരി ചേട്ടാ, വാടാ. ആരാ അച്ഛ ഫോണില്? നിന്റെ ചിറ്റപ്പൻ തന്നെ. അവൻ ലഞ്ചുമെന്ന് ചോദിച്ചതാ. അതൊന്നും വേണ്ട അച്ഛാ, അബിക്ക് ഓഫീസുണ്ട്, പോണം. ഇപ്പൊ മോൾ ഒരാളല്ല, കഴിച്ചിട്ട് പോയാ മതി. മോനെ ഇന്ന് ലീവ് എടുക്ക്. എടീ മോക്ക് ഇഷ്ടപ്പെട്ട നല്ല മീൻകറിയും ചെമ്മീൻ കറിയും ഉണ്ടാക്കി. ശരി ചേട്ടാ. എന്താ മാവാ, നല്ല ടെൻഷനിലാണല്ലോ. എടാ മുന്നേ എന്തോ പന്തികേടുണ്ടാ. ആദ്യമായിട്ടാ നമ്മുടെ പേര് പുറത്തു വന്നിരിക്കുന്നേ. ചുമ്മാ ഇരിക്കാം മാവാ, വെറുതെ ടെൻഷൻ ആവല്ലേ, കൂളായിരിക്കേ. ഒരു ജോലി ഏറ്റെടുത്തിട്ട് എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത്? അല്ലെങ്കിൽ ആ ജോണിനെ അങ്ങ് വിളിച്ചു വിടട്ടെ. അമ്മയുടെ വാക്ക്, കാഞ്ചി കാമാക്ഷി അമ്മയുടെ വാക്ക്, ജഗദാംബികയുടെ വാക്ക്, മധുര മീനാക്ഷി അമ്മയുടെ വാക്ക്, ജഗദാംബയുടെ വാക്ക്. അപകടം വരാൻ പോവുകയാണ്, സൂക്ഷിച്ചിരിക്കണം. അമ്മയുടെ വാക്ക്, ജഗദാംബയുടെ വാക്ക്, അമ്മയുടെ വാക്ക്, ജഗദാംബയുടെ വാക്ക്. ഞാൻ മുഖലക്ഷം പറയാൻ വന്നവനാണ്. എന്റെ മരുമനെ കൊല്ലാൻ വന്നോ നീ? വേണ്ട 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 സ്വാമി. ആരാടാ നിങ്ങളൊക്കെ? സൂര്യനെ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അയച്ചതാ. എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? ആദ്യം ഗേറ്റ് പൂട്ട്. ഒരു പ്രാണി പോലും അകത്ത് വരാൻ പാടില്ല. പൂട്ട്. എടാ നീ ഇന്ന് സൂര്യബാബുന് കാശ് കൊടുത്തില്ല, നിന്റെ അവസരമായിരിക്കും കേട്ടോ. ഒന്ന് ചുമ്മായിരുന്നടാ. സൂര്യബാബുന് കാശ് കൊടുത്തില്ലെങ്കിലേ മോതിരം കഴിച്ച് നിന്റെ കരണത്തടിക്കും അങ്ങനെ. ഇന്നാണെങ്കിൽ എന്റെ ഭാര്യയുടെ പിറന്നാളുവാ. പുതിയ സാരി വാങ്ങിച്ചു കൊടുത്ത് പണം കാണാൻ കൊണ്ടുപോയില്ലെങ്കിലേ എന്നെ വെട്ടി തുണ്ടം ആക്കും അവള്. നിനക്ക് എന്തറിയാടാ ഇതിനെ പറ്റിയൊക്കെ? എന്റെ ഈശ്വര, ഇനിയെങ്ങാനും ഇയാൾ കണ്ടു കാണുമോ? മര്യാദയ്ക്ക് പലിശ കാശ് കൊണ്ടു കൊടുത്താലോ? എന്നെ നോക്കി വന്നതായിരിക്കില്ല. ഇനി എന്നെ നോക്കി തന്നെ വന്നതാണോ? അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര, ഇയാൾ എന്നെ വിടുന്നു തോന്നില്ല. അയ്യോ, ഇവൻ എന്തിനാണ് നമ്മുടെ വണ്ടിക്ക് മുമ്പേ കിടന്നു ഓടുന്നത്? അതെ സാർ. മാറിപ്പോടാ. അയ്യോ ഈശ്വര, ഇവൻ ജോഗിങ് ഇന്ന് നിർത്തിയില്ലേ? അവനടിച്ച് കേറ്റടാ. ഈശ്വര, ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഇയാൾ എന്നെ വിടുന്നു തോന്നില്ല. ഈശ്വര രക്ഷിക്കണേ, എനിക്കിനി ഓടാൻ വയ്യ. ആ ശേഷുവിന്റെ ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞ കേട്ടാ, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ശരി, ഇതിലേ പോ. ഓ എന്തൊരു നശിച്ച ജീവിത ഈശ്വര. അയ്യോ ഈശ്വര, എവിടെ പോയാലും ഒരു സ്വൈരം തരില്ല എന്നാണോ? എനിക്ക് വയ്യ, എന്നെ കൊല്ല്. അവന്റെ കയ്യിൽ എങ്ങനെ എന്നെ കിട്ടിയ എന്റെ കാര്യം പോക്ക. എടിയേ, ഇന്നാ പുതിയ സാരി. പോയി എന്താ ഇങ്ങനെ അണയ്ക്കുന്നേ? വൈകുന്നേരം നമുക്ക് പടത്തിന് പോവാം. അയ്യോ ഈശ്വര, അവരെന്നെ പറ്റി ചോദിച്ചാലേ ഞാൻ ഇവിടെ ഇല്ല, പുറത്ത് എവിടെയാ പോയതാണെന്ന് പറഞ്ഞേക്ക്. ചെല്ലേ.
ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആരാ നിങ്ങള്? ശേഷുവിനെ ഒന്ന് പുറത്തു വരാൻ പറ. ശേഷോ? എന്റെ ചേട്ടന്റെ പേര് വാസുന്നാ. ശേഷുന്റെ വീട് കണ്ട അവിടെയാ. ഒരൊറ്റ അടി വെച്ചു തുറക്കടാ. കെട്ടഴിക്കടാ. ആരാടാ നീ? എടാ തെണ്ടി, ആരാടാ നിനക്ക് വേണ്ടത്? അയ്യോ, ഇത് നിങ്ങളാരാ? എടി രംഗി മങ്കി പൊന്നമ്മ മുന്നമ്മ എല്ലാരും ശബ്ദിക്കരുത്. അടിച്ചു. ശേഷു എവിടെ? എനിക്കറിയില്ല. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും രാത്രി ഇവന്റെ കഥ തീരും. നീ പറയും അയാൾ എവിടെയുള്ളതെന്ന് അറിയാലല്ലേ. അതെ, അയാള് കൃത്യം 7 മണിക്ക് ശ്രീദേവി ബാറിലേക്ക് വരും. അതെ, എന്തിനാ എന്റെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നേ? വൃത്തികെട്ടവൻ. ഹായ് അങ്കിൾ, അബിയില്ലേ? ഇല്ലടാ, അവന്റെ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുക. അതിനുള്ളിൽ എല്ലാരും ഒന്നായ? അറിയില്ലടാ, പോയി കുറെ സമയമായി. എനിക്ക് സംശയം തോന്നുന്നു. അങ്കിള് ടെൻഷൻ ആവണ്ട, എല്ലാത്തിനും ഞാനില്ലേ. ഹാപ്പി ആയിട്ടിരിക്കേ. ഹലോ. ഹലോ സാറേ, സുരേഷ് ബാബു ആണ്. സുരേഷ് ബാബു? ഏത് സുരേഷ് ബാബു? അതെ, നമ്മുടെ ചന്ദന പ്രദേശത്തില്ലേ, അതിന്റെ അടുത്തുള്ള തുണിക്കടയിൽ പണിയെടുക്കുന്നവനാണോ? അതല്ല നീയാ, അതിന്റെ അടുത്തുള്ള പൂക്കട ഉണ്ടല്ലോ. പൂ വിൽക്കുവാണോ? അയ്യോ അതല്ലെന്നേ. എടാ ശരിക്കും ആരാടാ നീ? കഴിഞ്ഞ പ്രാവശ്യം മോതിരടിച്ച് അടിച്ചില്ലേ സാറേ, ആ പഴക്കച്ചവടം ചെയ്യുന്ന വണ്ടിയത്. എടാ, നിന്നെ ഞാൻ കൈയെടുത്ത് തൊഴാ, ഞാൻ കുറച്ച് ബിസിയാടാ. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് കാശ് വാങ്ങിക്കാൻ വരാറില്ലേ, അത് തന്നെ. ഹലോ. ഹലോ, ആരാ? ഞാൻ പാപ്പയമ്മയാ. പാപ്പയമ്മയോ? അതെ, 6 മണി കഴിഞ്ഞില്ലേ? 6 കഴിഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ സംസാരിച്ചതെല്ലാം ഓർമ്മയില്ലേ? സംസാരിച്ചെന്നോ? എന്ത് സംസാരിച്ച്? അതെ, പലിശക്കാശ് വാങ്ങാൻ വരത്തില്ലേ? നിന്നെ കൈയെടുത്ത് തൊഴാം, നാളെ വന്ന് വാങ്ങിച്ചോളാം. നീ ഫോൺ വയ്ക്കേ. അയ്യോ ഇല്ല, നിങ്ങൾ തീർച്ചയായും വരണം. വയ്ക്കടേ. 6 കഴിഞ്ഞു. 6 ഒരു വാക്ക് പറയണോന്ന്. നമ്മള് നീ സംസാരിക്കടാ. ആണോടാ നീ? കാശ് നാളെ വന്ന് വാങ്ങിച്ചോളാം. വെക്കടാ ഫോണ്. ചേട്ടാ, ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ ചെയ്യുന്നത്? ചേട്ടാ, ഞാൻ ആ ജോലിയിലായിരിക്കുന്ന. 6:30 മണിക്ക് അവൻ ശ്രീദേവി ബാർ റെസ്റ്റോറന്റിൽ വരുന്ന പറഞ്ഞ് ഞാൻ പോയി അവനെ എങ്ങനെയെങ്കിലും പിടിക്കാം. എടാ, ഒരു കാര്യം പറയുന്നുണ്ടോന്നും തോന്നരുത്. വെറും ചില്ലറ പണിക്കല്ലാതെ നിന്നെ ഒന്നിനും കൊള്ളില്ലടാ. വെറും വേസ്റ്റ് നീ. കണ്ടത് മതിയടാ, പോടാ. എന്റെ ഈശ്വര, ഇവൻ ഇവിടെയും വന്നോ? ഈ പലിശക്കാശ് അവന്റെ മുഖത്തെറിഞ്ഞു കൊടുത്തിട്ട് കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. അങ്ങുന്നേ, എന്നോട് ക്ഷമിക്കണോ അങ്ങുന്നേ. 400 രൂപയ്ക്ക് എന്റെ ഭാര്യക്ക് സാരി വാങ്ങിയതാ. 200 രൂപയുടെ കോട്ടറും ഇപ്പൊ കഴിച്ചു. ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ബാക്കിയുള്ളൂ. ഇത് വാങ്ങി എന്നെ വെറുതെ വിടണം അങ്ങുന്നേ. ബാക്കി കാശ് ഞാൻ പതിയെ തന്നോളാം. ആരാടാ നീ? അല്ല, അപ്പോ ഇയാൾ എന്നെ നോക്കി വന്നതല്ലേ? ഒരാവശ്യമില്ലാതെ അത്രയും ദൂരം ഓടേണ്ടി വന്നു. എടാ ശ്രീനി, കോട്ടർ. ആ തുണി അഴിക്ക്. സിഗരറ്റ് കൊടുക്ക്. വീണ്ടും അതേ പാട്ട് തന്നെയാണ്. കാശെടുത്തോ, ഡീല് വിടുന്നേ. കുറെ നേരമായി ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നു. ആരാടാ എന്റെ വാക്കകത്ത് തുണി കുത്തിക്കയറ്റി കെട്ടിയത്? കുറച്ചു നേരത്തിന് മുമ്പ് എന്തോ പറയണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് മുമ്പേ ഡീല് കൈമാറിപ്പോയി. മോൻ
ആരാടാ അവൻ? അവന്റെ പേര് ജന. എന്റെ ചങ്കാവൻ. വിളിക്ക്, അവനെ ഉടനെ വിളിക്ക്. അവനെ കിട്ടില്ല സാറേ. നിങ്ങൾ വിളിച്ചാ എടുക്കാൻ അവന്റെ അടുത്ത് ഫോണും ഇല്ല. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും കിട്ടിയാലും അവൻ സംസാരിക്കൂല. അവൻ ഊമയാ. അവൻ എവിടെ കാണും? നാളെ ഇതേ സമയത്ത് സാറോട് വന്നോ. അവൻ ഡീല് ഫിനിഷ് ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ നിങ്ങൾക്ക് കാണാം. ഈ പെഡ്ജോൺ പേട്ടയിലുള്ളവരൊരു കാര്യം ഏൽപ്പിച്ച അത് തീർക്കാതെ അവര് കിടന്നുറങ്ങില്ല സാറേ. നിന്നെ കൊണ്ട് കഴിയില്ലടാ. അതല്ല ചേട്ടാ, സിഐയോട് ഞാൻ സംസാരിക്കാം. നീ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറ. നീ വെറും വേസ്റ്റാടാ. എടോ സിഐ, കേസ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്റെ ആള് വന്ന് കാര്യങ്ങളൊക്കെ പറയും. എത്രയും പെട്ടെന്ന് തന്നെ ആ കില്ലറെ പിടിക്കണം. മനസ്സിലായോ? അച്ഛൻ മതി അച്ഛാ. കഴിക്കുമോളെ. അച്ഛാ, ഡിന്നർ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഈ പോകട്ടെ. സമയത്തോ? ഇതാപ്പ നന്നായി. നേരം വെളുക്കട്ടെ, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അതല്ല അച്ഛാ, മാമനോട് പറയാതെ ഇവിടെ വന്നത്. അപ്പൊ വെയിറ്റ് ചെയ്യില്ലേ? പതുക്കെ പതുക്കെ അച്ഛാ. അബി, അച്ഛനെ വിളിച്ച് നാളെ രാവിലെ വരാന്ന് പറ. നൈറ്റ് ഡ്രൈവ് അത്ര സേഫ് അല്ല. വേറെന്തൊക്കെയാ അഭി? വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? സിവിൽസിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. വാവ്, വെരി ഗുഡ് മാൻ. അപ്പൊ അധികം വൈകാതെ ഞങ്ങൾക്കൊരു നല്ല കലക്ടറെ കിട്ടുമല്ലേ? എടീ, മോന് മീൻകറി ഒഴിച്ചു കൊടുത്തേ. ആ മതി. അച്ഛാ, ഇത്രയും സെക്യൂരിറ്റി എന്തിനാ? അതൊന്നുമല്ല മോളെ, ജസ്റ്റ് ബിസിനസ് ടെൻഷൻസ്. നീ അതും ഇതും ആലോചിക്കാതെ കഴിക്കാൻ നോക്ക്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് കേസ്. ഇതുപോലത്തെ കേസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഡീല് കൊടുത്തത് ആരാ? ദാ ജഗദീഷ്, കം ടു മൈ ചേംബർ. ആ വയറും താടിയും എന്താണോ ഇത്? ശബരിമലയ്ക്ക് പോകാനുള്ളതാണ് സാർ. ലീവ് വന്ന് പോയിട്ട് വരാം സാർ. അതേതോ കോൺട്രാക്ട് കില്ലർ ജാടാന്ന്. അതുമല്ലാതെ ഉമ്മയാ പോലും. 5 മിനിറ്റിൽ അവന്റെ ഫയലിന്റെ ടേബിളിൽ വരണം. ഓക്കെ സാർ. ഇയാൾക്കൊരു പണിയില്ല, ആവശ്യമില്ല തോരന്ന് കേൾപ്പിക്കും. നാട്ടിലുള്ള കള്ളന്മാരുടെ കാര്യമില്ല, എന്റെ വയറിന്റെ കാര്യമൊക്കെ പ്രശ്നം. രാജ, ഒരു ചായ വരടാ. ഓക്കെ സാർ. ഏയ്, ഹനുമന്തിനെ ഒന്ന് വിളിക്കേ. ഓക്കെ സാർ. അബി, പാല് കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പോ ജ്യൂസാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നേ. നിനക്കെന്താ പറ്റിയത്? അച്ഛൻ എന്താ പറ്റിയെന്നറിയില്ല. സ്ട്രേഞ്ച് ആയിട്ടാ ബിഹേവ് ചെയ്യുന്നത്. ഈ പുതിയ ആൾക്കാരൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി എന്താ ഇവിടെ നടക്കുന്നുണ്ട്. ദേ നോക്ക്, നീ അതൊക്കെ വിട്. നമ്മളിപ്പോ എവിടെ ഉള്ളതെന്നറിയാലോ? നിന്റെ വീട്ടില്, നിന്റെ ബെഡ്റൂമില്. ഇന്ന് നിന്റെ വീട്ടിലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ചായയിൽ പഞ്ചസാര കൂടുതലാ. എന്തായാലും കുഴപ്പമില്ല രാജ സാറേ. സാർ, എന്താണ് ഹനുമന്ത്? മുല്ലപ്പൂ, സീറ്റ് പാക്കറ്റ്, എന്താണ് വിശേഷം? ഇന്നെന്റെ വിവാഹ വാർഷികമാണ് സാറേ. ആഹാ, ഇന്നും വാർഷികമൊക്കെ ആഘോഷിക്കാറുണ്ടോ? അത് കൊള്ളാലോടൂ. സാർ ഒരു പെർമിഷൻ തരാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയേനെ സാറേ. ശരി, അതൊക്കെ തരാം. ഇവിടെ ഒരു കോൺട്രാക്ട് കില്ലർ ജോണ് ഊമയാണ്. നമ്മുടെ റെക്കോർഡ് റൂമിലെ ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. ചെലപ്പോ സാറേ പ്ലീസ് സാറേ പ്ലീസ്. ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ? പോയി 5 മിനിറ്റുള്ളിൽ സാധനം കൊണ്ടുപോവാ. അയ്യോ, ബജിയിൽ ഓയിലാണല്ലോ രാജ സാറേ. ആ ടിഷ്യൂ പേപ്പറിങ് എടുത്തേ. അയ്യോ, ഇത്രയും പേര് ഇവിടെ എന്തിനാ? എന്തൊക്കെയോ പ്രശ്നമുണ്ട്.
എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ടേടേങ്, ടേടേങ്. അയ്യോ, ആരും കണ്ടില്ല. എഴഞ്ഞു പോന്നെയാ സേഫ്. ഹായ് ഉറുമ്പുകളെ. നീ ആരടാ? ദൈവത്തോർത്ത് കടിക്കല്ലേ. നിന്നെ പോലെ എനിക്കൊന്നും വേറെ ജോലിയില്ലേ? രാത്രിയിൽ ഞങ്ങൾ കടിക്കാറില്ല. ഹാപ്പി ഫാമിലി. പൊക്കോ പൊക്കോ. ഹായ്, ബട്ടർഫ്ലൈ നല്ലതായിട്ടുണ്ടല്ലോ. നമുക്കറിയാത്തൊരു വലിയ ലോകമുണ്ട് ഈ പുല്ലിൻ്റെ അകത്ത്. ഡേയ്, എന്റെ വഴിയിൽ കുറുകെ നിൽക്കുന്നു. മാറി നിൽക്ക്. ഒന്ന് മാറുമുത്തേ, അർജന്റ് ജോലിയുള്ളോണ്ടല്ലേ. കാല് പിടിക്കാം പ്ലീസ്. സേഫ് ജേണി. എന്റെ ദൈവമേ, ഇവനെന്താ ഇത്രയും പൊക്കത്തില്ലേ? ഒരു പക്ഷെ കണ്ട എന്റെ അവസ്ഥ. വൃത്തികെട്ട നാറി, നിനക്ക് മൂത്രം ഒഴിക്കാൻ എന്റെ പുറമെ കിട്ടിയോളോ? എത്ര നേരമാണോ ഒഴിക്കുന്ന? ഒന്ന് നിർത്തടാ. ഏത് കരിയോലാണോ കുടിക്കുന്നേ? ഇത്രയും നാറ്റൊടിക്കുന്നുണ്ടല്ലോ. ഡേയ്, നീ മൂത്രം ഒഴിക്കുന്ന ശക്തിയിൽ ഇവിടെ മൊത്തം നനഞ്ഞലായ. ഒന്ന് നിർത്തടാ. മതിയടാ, നിർത്തിയിട്ട് പോടാ. അയ്യോ, ഇനി വേറെ ആരും വന്നില്ല മൂത്രമൊഴിക്കാൻ. ഛേ, നാറി. ടിടിങ്, 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 ടിടിങ്. അമ്മേ, എന്തോന്നാണ് ഇത്? ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവോ? ഇവന്റെ വയറ് കടന്ന് ഇവന്റെ കണ്ണ് വരെ യാതൊരു സാധ്യതയില്ല. ഇതേപോലുള്ള ജുമാഞ്ചി ആളുകളൊക്കെ എവിടെ നടാ കൊണ്ടുവന്നേ? ഇവിടെ ഉണ്ടോ? അബി, 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 എഴുന്നേക്കടാ. ഡേയ്, ഞാൻ വന്നടാ, ഒന്ന് എഴുന്നേക്കടാ. ഒരു മിനിറ്റ്, വേദനിപ്പിക്കാതെ തീർത്തു തരാ ഞാൻ. എന്ത്, എന്റെ പണി കഴിക്കുമെന്നോ? നിന്നോടാ. അവിടെ തന്നെ നിക്ക്, ഒച്ച വെക്കരുത്. അങ്ങനെ അറിയാതെ വന്നതാകുന്നേ, എന്നോട് ക്ഷമിക്കാകുന്നേ. അയ്യോ, അങ്ങനെ ഞാൻ നിങ്ങളുടെ സൈസിലുള്ള ആളല്ല. ഞാൻ വെറും ചെറിയ ചക്കരാ. എന്താ ഇത്? നിങ്ങൾ എപ്പോഴും ഉറക്കത്തിൽ കിടന്ന് വർത്താനം പറയാ? ഉറക്കത്തിൽ സംസാരിക്കുന്നു. ആവശ്യമില്ലാതെ കാലും പിടിച്ചു. സോറി അബി. ഡാഡി എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അബി, വീട്ടിൽ നിന്ന് പോയാലോ നമുക്ക്? ഇത്രയും സെക്യൂരിറ്റി ഒക്കെ ഉള്ളപ്പോ എങ്ങനെയാ? ശരിയല്ലേ? നീ എന്താടാ ഇവിടെ? അർദ്ധരാത്രി 12 മണിക്ക് ചെറുപ്പക്കാരനായിട്ടുള്ള മകൻ വീട്ടിൽ വന്നില്ലെങ്കിൽ അച്ഛന്റെ വിഷമം എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാവില്ല. നിന്റെ ഫ്രണ്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളെ കൊണ്ടുപോവാൻ. വാ, പോവാം. അയ്യോ, ആവശ്യമില്ലാത്ത കാര്യം പറയാതെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വന്നെന്ന് പറ. ഇത്രയും സെക്യൂരിറ്റി ഒക്കെ കടന്നല്ലേ ഞാൻ വന്നത്. പിന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലേ? ഫോളോ മീ.
ഇനി എങ്ങനെയാടാ പോകുന്നേ? അതൊക്കെ അറിയാവടാ, അതുകൊണ്ടല്ലേ ഞാൻ ഈ മാറ്റ് കൊണ്ടുവന്നത്. മാറ്റ് ദേഹത്തിട്ട് അങ്ങനെ എഴഞ്ഞ അവിടെ വരെ പോയി ആ മതിൽ ആടിയിട്ട് അങ്ങ് പോയാ മതി. എങ്ങനെയുണ്ട് ഐഡിയ? ഓ ഷിറ്റ്, മാറ്റ് എനിക്ക് മാത്രമേ ഉള്ളല്ലേ, നിങ്ങൾക്കില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പോടാ വാ. ഇവനെ കൊണ്ട് വാടാ. അയ്യോ നിക്കടാ, തിരിച്ചു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യടാ? അവൻ അവിടെ തന്നെ ഉണ്ടടാ. ഇപ്പൊ എങ്ങനെ പോവും ഇവിടുന്ന്? കല്ലൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും അടിച്ചു കൊല്ലുവോ? ഇവക്ക് എന്നേക്കാള് ബുദ്ധിയുണ്ടെന്നാ തോന്നുന്നത്. വാ പോവാം. ഇനി എങ്ങനെയാ? നിക്ക്, നീ എന്റെ പുറത്ത് കയറി ചാടിക്കോ. എടാ നീ കുനിഞ്ഞിരിക്കും, ഞാൻ കയറട്ടെ. വന്ന് കുനിയടാ. അമ്മച്ചി ഓക്കെ അല്ലേ? വാ. അല്ല അവൻ. അയ്യോ ചേട്ടാ, ഒന്ന് കുനിഞ്ഞിരിക്കാവോ? ഞാനൊന്ന് ചാടിക്കോട്ടെ. താഴെ ഇറക്കടാ. വൈകിട്ട് കഴിച്ചതെല്ലാം പുറത്തു വരുന്ന പോലെ ഉണ്ടടാ. ഒന്ന് താഴെ ഇറക്കടാ. അവരെവിടെ പോയി? എവിടെ പോയി പറയണം. സാർ ഒത്തിരി ഇരുട്ടി പോയി സാർ. സഹായിച്ചോലെ വിട്ടിട്ട് അവര് പോയി സാർ. എനിക്കൊന്നും അറിയത്തില്ല സാർ, എന്നെ വിട് സാർ പ്ലീസ്. പറഞ്ഞോ സാർ, മണി 12 സാർ. സെക്കൻഡ് ഷോ വിടുന്ന സമയവും കഴിഞ്ഞു. വേറെ എവിടെ പോകാനാ സാർ? അവര് വീട്ടിലായിരിക്കും പോയത്. എന്നെ കൂടെ വിടുകയാണെങ്കിൽ ഞാനും കൂടെ വീട്ടിൽ പോയിക്കോളാം. സാർ എന്താണ് സാർ ഞായറാഴ്ച ആട്ടിറച്ചി കെട്ടിയിട്ടേക്കുന്നത് പോലെ എന്നെ കെട്ടിയിട്ടേക്കുന്നത്? അയ്യോ സാറേ, ഒന്നിനും രണ്ടിനും ഛർദിക്കാനും ഒക്കെ വരുന്നുണ്ടോ? ഒന്ന് അഴിച്ചുവിടേ. ഓട്ടോ ഓട്ടോ ഓട്ടോ. കേറിയാലോ? ഗൊള്ളപ്പൊടി വരെ പോണം. കേറി കേറി. അങ്കിളിനോട് പറയാതെ വന്നത് വലിയ തെറ്റായിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. എന്തോ അബി, എനിക്ക് അവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നി. അബി എന്തായാലും വന്നില്ലേ, വിട്ടേക്ക്. എന്തുപറ്റി? ഇതാ വയറ്.
താങ്ക് യു. ആഹാ, ഇത്ര പെട്ടെന്നോ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സീനറി സീന് തന്നെയാ സർ. എവിടെയെങ്കിലും വെച്ച് ഇവനെ കണ്ടിട്ടുണ്ടോ? ബാറിൽ വെച്ച് ഇവനെ കണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞ ഇവനായിരിക്കും കില്ലർ. അവൻ കില്ലർ അല്ല സർ. കൊറിയർ. അവൻ കൊല്ലില്ല സർ. കൊല്ലാനേ പറയുള്ളൂ. ഇവൻ സംസാരിക്കാത്തവനായോണ്ട് ഇവൻ ആരാണ് കൊടുത്തത്, ഇവൻ ആർക്കാണ് കൊടുത്തതെന്ന് അറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സർ. അപ്പൊ എങ്ങനെ അറിയാനാ? അവന്റെ പഴയ റെക്കോർഡുകളൊക്കെ നോക്കുകയാണെങ്കിലേ പഴയ ആ സുബ്രംപേട്ട ഗാങ്ങിന്റെ ആൾക്കാരാണ് സർ. ആ ജോണിനെയും ആ ഓൾഡ് സ്റ്റുവർട്ട് പേരും ബാച്ചിനെയും രാവിലെക്കുള്ളിൽ അകത്തിട്ട് കയ്യും കാലും ഓടിക്കുക. ഓക്കെ സർ. ജഗദീഷ് സർ, ഇത് വളരെ ഹൈ പ്രൊഫൈൽ കേസാ. അൺഒഫീഷ്യലാ ചെയ്യണ്ടേ. ഓക്കെ സർ. ആ ജോണിനെ ഉടനെ തന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഓക്കെ. അച്ഛാ, എന്ത് വിവരക്കട മോളെ കാണിച്ചേ. ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമായിരുന്നു. വാ പോവാ. അബി വാ. രാജ സാറേ, ഗുരു സാറിന് എനിക്ക് ഓരോ ബിരിയാണി. ഓക്കെ സാർ. ഇപ്പൊ തന്നെ ലേറ്റായി സാർ, എനിക്ക് പോണ്ട സാറേ. എന്താ ഇത്ര ധൃതി? ഹൈ പ്രൊഫൈൽ കേസ്, അൺഒഫീഷ്യൽ എൻക്വയറി. ഇനി മുതൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എന്റെ അടുത്ത് തന്നെ. ചേട്ടാ, എന്താടാ, കിട്ടിയോ? കിട്ടിയില്ല ചേട്ടാ, അന്വേഷിക്കുന്നുണ്ട്. അവനെ എവിടുന്ന് കിട്ടാനാടാ? ഡീല് കൊടുത്തത് നീയല്ലേ. ഇവനാരാ മാറ്റി കൊടുത്തെന്ന് അറിയില്ലല്ലോ. ഒരുത്തനും ഫോൺ എടുക്കുന്നില്ല. അവരൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. നിനക്ക് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. എന്റെ മോളുടെ ലൈഫാ. സിരി എന്റെയും മോളാണ് ചേട്ടാ. ആ തോന്നല് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഡീൽ എപ്പോഴോ ക്യാൻസൽ ചെയ്യിച്ചേനെ. ഇനിയിപ്പോ നീയെങ്ങാനും. ചേട്ടാ, എന്നെ സംശയിക്കുന്നോ? എല്ലാം കാണുമ്പോ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇപ്പൊ എന്റെ നിഴലിന് പോലും എനിക്ക് സംശയമാ. നീ ചീള് കേസുകൾ കൊടുക്കുന്ന മുഖ്യത്വം ഇതിന് കൊടുത്തിരുന്നെങ്കിൽ പണ്ടേ പിടിച്ചേനെ. ഇപ്പൊ എല്ലാം സോൾവ് ആയിട്ടുണ്ടാവും. എന്റെ മോളെ മരുമോനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. നിന്റെ ആൾക്കാരെ വിളിച്ചോണ്ട് ഇവിടുന്ന് പൊയ്ക്കോ. ഷുഗർ കുറച്ച് ലൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ചായ. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഗുരുജി. ഇരിക്കി. ആ വീടിന് മുന്നിൽ എന്തിനാണ് ഒരു ഇൻഡു മാർക്കറ്റ് വെച്ചിരിക്കുന്നത്? ആ ഇൻഡു മാർക്കറ്റ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് സാറേ. അവര് ഭയങ്കര അപകടം പിടിച്ചവരാ. സ്റ്റുവർട്ട് പരം ബാച്ച്. ഒരുത്തനെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ 14 പേരും എസ്കേപ്പ്. തിരിച്ച് നമ്മുടെ കയ്യിലൊന്നും പെടാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് 14 വീടിനും ഇൻഡു മാർക്ക് ഇട്ടിട്ട് നാളെ സ്പെഷ്യൽ ഫോഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അറ്റം റൈറ്റ് ചെയ്യാലോ. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്തൊരു പ്ലാൻ, എന്തൊരു സ്കെച്ച്. എന്തായാലും സീനറി സീന് തന്നെയാ. എടോ ചായ എടുക്കൂ.
എന്താണ് ചിറ്റപ്പാ? സാറേ. പുതിയ ഡ്രസ്, പുതിയ യൂണിഫോം. നമസ്കാരം സാറേ. എന്താണ് വിശേഷം? അറിയില്ല സാറേ, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ സാറേ. അങ്ങനെയാണോ? അപ്പൊ പിന്നെ ഒരു ചെറിയ ജോലി ഉണ്ട്. വാ. എന്താ സാറേ, വീണ്ടും എവിടെയെങ്കിലും മർഡർ നടന്നോ? അതൊക്കെ പറയാം വാ. സാർ, ഞാൻ ഡ്യൂട്ടിയിലാ സാർ. ഡ്യൂട്ടിയിലായതുകൊണ്ടാണല്ലോ ഞാൻ കൊണ്ടുപോകുന്നത്. ഡ്യൂട്ടിയിലാ സാറേ. നേരം വെളുത്തു പോലെ അറിയാതൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇതൊക്കെ? സാറേ, എന്ത് പറ്റി? എഴുന്നേക്കണ അവിടെ നിന്ന്. എഴുന്നേക്കണോ? ഒന്ന് നടക്കണോ? ഞാൻ കൂട്ടിക്കൊണ്ട് പോയനെ ഉണ്ടോ? സാറേ, ഇവിടെ എന്നെ നിർത്തല്ലേ ഇവിടെ? നിർത്തുന്നേ. പെട്ടെന്ന് ആവട്ടെ. ഞാൻ ഒന്ന് നടക്കണോ? നൈറ്റ് എല്ലാം പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് ആ 15 പേരടങ്ങുന്ന ഗാങ്ങിനെ ഞങ്ങൾ പിടിച്ചു സർ. അപ്പൊ ആ ജോൺ എവിടെയാ? അവനെ കിട്ടിയില്ല സർ. രാവിലെ ഉണരുന്നതിന് മുമ്പേ അവരെ സ്കെച്ച് ഇട്ട് പൊക്കി അകത്ത് കൊണ്ടുവന്ന് ഇടുന്ന് പ്ലാൻ ചെയ്തു എന്റെ അടുത്ത് ബിൽഡപ്പ് ചെയ്യാണോ? നീ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ആ ഊമച്ചെറുക്കൻ ഇവിടെ വന്നാകണം, അല്ലെങ്കിൽ നീ സ്റ്റേഷനിൽ വരേണ്ട ഒരു കാര്യമില്ല. ചെല്ലടോ. ഓക്കെ ഓക്കെ സാർ. അയ്യോ, നിർത്ത്. ആ ജോണിന്റെ മർഡർ ഡീലിങ്ങിന് എത്ര കാശ് വാങ്ങിച്ചേ? ആ ജോൺ ആരാ? അത് എന്ത് മർഡറാ? എനിക്ക് അറിയില്ല സാറ്. ഞാൻ മർഡർ ചെയ്യുന്നതൊക്കെ നിർത്തി സെക്യൂരിറ്റി ഗാർഡായിട്ട് പണിയെടുക്കുകയാണ്. എടാ, സെക്യൂരിറ്റി പണിയെടുത്ത് നീ വീട് കെട്ടിയോ? 20 വർഷങ്ങളായിട്ട് പണിയെടുത്ത് എനിക്കൊരു സ്വന്തം വീടില്ലല്ലോടാ. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും സാർ. എന്റെ മകൻ പഠിച്ചിട്ട് പണിക്ക് പോവാണ്. അവൻ കാരണം വീട്ടിനകത്ത് പോയതാ. കള്ളം പറയുന്ന ഒന്ന് നിർത്തടാ. എന്റെ മകൻ പഠിച്ച് വലുതായി, ഞാൻ കള്ളത്തനൊക്കെ നിർത്തി എന്ന് പറയുന്ന കള്ളത്തനം നിർത്തടാ. അത് വിട്ടിട്ട് ജോണിന്റെ അടുത്ത് ഡീൽ എത്രയാ സംസാരിച്ചെന്ന് പറയടാ. ഞാൻ പറയണത് സത്യമാണ് സാർ. ആ ജോൺ ആരാണെന്നോ ആ മർഡർ എന്താണെന്നോ എനിക്ക് ഒരു പിടിയും ഇല്ല സാറേ. അടിയടാ. ജോണിന്റെ അടുത്തൊന്നുള്ള ഡീൽ എന്നത് പറയടാ. നീ എന്താ പറയുന്നേ? ഒരു രാത്രി വീട്ടിൽ വന്നില്ലെന്ന് വെച്ച് അവരെ പിടിക്കുന്നവർക്ക് പറയുന്നൊന്ന് മനസ്സിലാക്കേ. നിന്റെ അടുത്ത് തന്നെ ഞാൻ പറയണത്, സമയം മരുന്ന് കഴിക്കാൻ നീ ഇങ്ങനെ തുടങ്ങല്ലേ? ജോണിനെ കിട്ടിയ ഉടനെ ഞാൻ മാർക്കറ്റിൽ wholesaler പോയിട്ട് അല്ലേ? സാധനങ്ങൾ എന്റെ എന്താണെന്ന് route ഇങ്ങനെയൊക്കെയല്ലേ? ചോദിക്കുന്നത് എടി. കേട്ടാ? ആ CA എന്ത് പറഞ്ഞാലും ഒന്നും അയ്യോ. കേൾക്കണില്ലാന്നേ. ഗുരുജി, പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പാവം, അവന് കാശ് കൊടുക്കാണ്ട് പോകുന്നത് ശരിയല്ല. എത്ര നല്ലവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗുരുജി. ഓട്ടോക്കാരനും പച്ചക്കറിക്കാരനൊക്കെ കാശ് കൊടുത്താൽ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ഇങ്ങനെയൊക്കെ എടാ, നിന്നെയാണ് അന്വേഷിച്ചോണ്ടിരിക്കണത്. ആരാടാ നീ? സാറേ, ആ ജോണിനെ കണ്ടെത്തി സാറ്. അവനടുത്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂറിൽ ആ കില്ലർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും സാർ. ഇനിയും എന്തിനാ വൈകുന്നത്? വേഗം പിടിക്കവനെ. അത്ര മസാല ഇട്ടാ മതി. ശരി, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. എന്ത് പറ്റി അബി? അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അബി നിക്ക്, ഞാനും വരാം. ഇതെല്ലാം നോക്കിക്കൊള്ളേ. ശരി. വാ. 1 മണിക്കൂറിനുള്ളിൽ അവനോട് എത്തണം. ഓക്കെ സർ. മോളെ, നിങ്ങൾ എങ്ങോട്ടാ? അച്ഛാ, വീട്ടിൽ പോയിട്ട് വരാട്ടോ. ഒരു 1 അവർ സമയം തരണം മോളെ. 1 അവർ. സർ, എനിക്ക് അർജന്റായിട്ട് വീട്ടിൽ പോകണം. നിങ്ങൾക്ക് അത്രയും പേടിയാണെങ്കിൽ നിങ്ങളും കൂടെ വന്നോ. അതല്ല മോനെ. സാർ, ഞാൻ വലിയ വലിയ സെലിബ്രിറ്റീസിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് വറി സാർ, ഞാൻ സേഫ് ആയിട്ട് കൊണ്ടുവന്നോളാം. മാഡം,
നിങ്ങൾ ഫ്രണ്ടിൽ കയറ്. സാർ ആ കാറിൽ കയറിക്കോ. ഫോർ സെക്യൂരിറ്റി റീസൺസ്. മോളെ നീയും അഭിയും സൂക്ഷിക്കണം. ശരി അച്ഛാ. ദാ, എന്റെ മരുമോൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെയൊക്കെ ചീട്ട് ഞാൻ കീറിക്കളയും. ചെല്. ഓക്കെ സാർ. എടാ തെണ്ടി, നീ ആർക്കാണ് കോൺട്രാക്ട് കൊടുത്തതെന്ന് മര്യാദയ്ക്ക് പറ. നോക്കി പറഞ്ഞില്ലെങ്കിൽ സത്യം പറയണെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ. പറ. ഇവനാ? ശരിക്കും നോക്കടാ. എന്തുപറ്റി? ടയർ പഞ്ചറാണ് സാർ. ഇപ്പൊ മാറ്റിയേക്കാം. ശരി, ഒന്ന് പെട്ടെന്ന് മാറ്റ്. എന്താ ഇത്? ആരാ നിങ്ങള്? ശരിക്കൊന്ന് നോക്കിയേ. അബി, 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 ആരാ ഇവരൊക്കെ? ആരുമില്ലല്ലോ ഇവിടെ. അബി, നോക്കണ ഇവനെ. ഇവനല്ലേ? ഇവനല്ലേ? നോക്ക് നോക്ക്. ഹലോ സാർ, കില്ലറിനെ കിട്ടി സാർ. കിട്ടിന്നോ? ആ കിട്ടി സാർ. സാറൊന്ന് പെട്ടെന്ന് വന്നാ മതി.
എപ്പോ എവിടെ? ഷാക്കിരിന്റെ അടുത്തിട്ട് പൊക്കി സാർ. വരാ, ഇപ്പൊ തന്നെ വരാം. ഏയ് കോൺസ്റ്റബിൾസ്, വണ്ടി എടുക്ക. നമസ്കാരം സാർ. സിഇഒ ഒന്ന് കാണാൻ പറ്റുമോ? നേരെ പോയിട്ട് വലതുഭാഗത്തേക്ക് നോക്കി. താങ്ക് യു സാർ. എവിടേക്ക് ഓടിപ്പോയടാ കള്ളന്മാരെ? അയ്യോ പാവം, ചത്തുവേടാ. പറയാ, എന്റെ മരുമോനെ കൊല്ലാൻ നീ എത്ര വാങ്ങിച്ചേ? അവൻ നിന്റെ മരുമകനാ. അവനെ കൊല്ലുന്നതിന് വേണ്ടി ഞാൻ എന്തിന് കാശ് വാങ്ങണം? ആ കഴിവേറി എന്റെ ഫിഗറിനെയാ തട്ടിയെടുത്തത്. എന്നെ വിട്ടേക്ക് സാറേ, ആ കഴിവറി എനിക്ക് പറയടാ. എന്താണോ പറഞ്ഞേ? സാർ, നിങ്ങൾക്ക് ലവറുണ്ടോ? അവൾക്ക് എപ്പോഴെങ്കിലും പൂ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത പൂ എടുത്തുകൊണ്ട് മറ്റൊരാൾ കൊടുത്തിട്ട് അവനോട് ഐ ലവ് പറയുമ്പോൾ മനസ്സിലാവും സാറേ എന്റെ വിഷമം എന്താണെന്ന്. ആ കോളേജിൽ മുഴുവൻ ഞാൻ ഭ്രാന്തനാക്കി സാറേ അവൻ. എന്നെ വിട്ടേക്ക് സാറേ, ആ കഴിവറിയെ കൊന്നു കളഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സറണ്ടർ ആയേക്കാം. എല്ലാം അവൻ കാരണമാ. സാർ ഒരു മിനിറ്റ്, ഇതാ ഇപ്പൊ വരാം. സാർ, ആ സോൽപുരം ബ്രാഞ്ച് 15 പേരെ വിളിക്ക്. ഏത് ബാച്ചാ സാറേ? അവരൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞോ? അവര് പോകുന്നവരെ നോക്കി നിന്നോടാ കഴുതകളെ. സാറേ, ഇന്നൊരു ബാഡ് ന്യൂസ് ഉണ്ട് സാറേ. ആ ജോൺ ആക്സിഡന്റിൽ മരിച്ചു. എന്താടാ പറഞ്ഞേ? ചത്തുപോയിന്നോ? സാർ, ആ സോട്ടുപുരം ബാച്ചിൽ ആരെങ്കിലും ആയിരിക്കും സാറേ. പിടിക്കാം സാറേ. എങ്ങനെ പിടിക്കാനാ? കണ്ടുപിടിക്കുന്ന ജോൺ മരിച്ചുപോയി. ഓടി രക്ഷപ്പെട്ടവരെ എങ്ങനെ പിടിക്കാൻ തനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എന്റെ മരുമോനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ടൗണില് പുതിയൊരു സർക്കസ് വന്നിട്ടുണ്ടത്ര. അതിന് സെക്യൂരിറ്റി വേണമെന്ന്. അതൊക്കെയാണ് നിങ്ങൾക്കൊക്കെ പറ്റിയ പണി. സ്റ്റുപ്പിഡ്സ്. എന്ത് ജീവിതോടാ ഇത്? എത്ര കഷ്ടപ്പെട്ടാലും എല്ലാരും നമ്മളെ പറയുള്ളൂ. ഇതിൽ ആരാണ് കില്ലർ? കില്ലർ എന്താ എന്താടാ പുതിയ ഡീലോ? എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേടാ. നീ പറഞ്ഞോ ഇല്ലയോ? 50% തരാം. എനിക്ക് വേണ്ടടാ. എന്റെ മരുമോള് വന്ന സമയം നന്നായിട്ടുള്ള ജീവിതം. നീ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ലൊരു ജീവിതം ജീവിക്കടാ. ഇതില് ദരിദ്രവാസി ആരാന്ന് നോക്കാലോ.
ശേഷു ഒരു ജോലി വന്നിട്ടുണ്ട് 5 ഇത് അഡ്വാൻസാ. ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്റെ പേര് പുറത്തു വരാതെ കുത്തി തീർത്തേക്ക്. പെഡ്ജോൺ പേട്ടയിൽ ആൾക്കാർ ഒരു കാര്യം ഏറ്റാ, അത് ചെയ്യാതെ അവര് കിടന്നുറങ്ങില്ല. സൂര്യബാബു കൊടുത്ത ഡീല് പെജന്നപ്പേട്ടയിലെ കൈ മാറി മാറി അവസാനം കൃഷ്ണയുടെ കയ്യിൽ തന്നെ വന്നു. ജഗദീഷ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കില്ലറെ കണ്ടുപിടിക്കാൻ പറ്റാതെ കൃഷ്ണയ്ക്ക് അന്ന് കൊടുത്ത വാക്കുകൊണ്ട് ജീവിതകാലം മുഴുവനും അയാളുടെ മരുമവനെ ഉള്ളംകൈയിൽ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്.